వసుధాధిపతి వసుధాధిపతి సుధావృష్టి కురిపించి మమ్మేలు పశూనాంపతి. നീ വരില്ലേ? ഞാനിപ്പോ ബസ്സിലാ ഉള്ളത്. ബസ് നമ്പർ 6499. എന്റെ സീറ്റ് നമ്പർ 10 ലെഫ്റ്റ് സൈഡ്. നിന്റെ 14th റൈറ്റ് സൈഡ്. സൂക്ഷിക്കണേ. വരും. പറഞ്ഞോ. എല്ലാം ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഹൈദരാബാദ് ഹൈദരാബാദ്. ആരാടാ നീ? എന്താ ചെയ്തത്? തൊടാൻ നോക്കി. നാണം കെട്ടവനെ, ബോധമല്ലേ നിനക്ക്? എന്താടാ നീ കള്ളനാണോ? എടാ അവനെ വിടരുത്. ഇനി ഇവനെ നമുക്ക് പോലീസിൽ ഏൽപ്പിച്ചാലോ? ആ തലവേന നമ്മൾ എന്തിനാ എടുക്കണേ? ഇവിടെ ഇറക്കി വിട്ടേക്ക്, അവൻ നടന്ന് വീട്ടിൽ പോയിക്കോട്ടെ.
നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. ദയവായി അല്പനേരം കഴിഞ്ഞ് വിളിക്കുക. പ്രീതി എവിടാ? ഇവനോട് ഇങ്ങനെ ചോദിച്ച എങ്ങനെ പറയാനാടാ? എന്നെ പോലെവിടാ? എന്നെ പോലെവിടാ? എടാ, പറയടാ. പറയടാ. അതെ, ഇത് പോലീസ് സ്റ്റേഷനാ. എന്റെ മോക്ക് എന്തെങ്കിലും സംഭവിച്ചാ നിന്നെ കൊന്നു കുഴിച്ചു മുടോടാ. തന്റെ മകൾക്ക് എന്തെങ്കിലും പറ്റിയ താൻ എന്നെ കൊല്ലുന്നതിന് മുമ്പ് തന്നെ ഞാൻ കൊന്നുകളയും. ഇവനെന്താടാ എനിക്ക് വാണിംഗ് തരുന്നേ? ഒന്നുകൂടി പറയാൻ കേട്ടോ, തന്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിച്ച എന്നെ താൻ കൊല്ലുന്നതിന് മുമ്പ് തന്നെ ഞാൻ കൊന്നുകളയും. എന്താ ഇത്? ബാങ്ക് കുടിച്ചാ എന്താ സംഭവിക്കുക? നമ്മുടെ ശരീരത്തിലൊന്ന് കേറി കഴിഞ്ഞാ പിന്നെ കിക്കായിരിക്കും. സെറ്റ് ആയില്ലെങ്കിൽ ആയില്ലെങ്കിൽ പിന്നെ എന്താ, അത് തന്നെ ആയിരിക്കും. നിനക്കൊരു കാര്യം അറിയാമോ? ഇത് നമ്മൾ ഏത് മൂഡിലാണ് കുടിക്കുന്നത് അതേ മൂഡിലെ നെക്സ്റ്റ് 24 hours ഇരിക്കും. ഫോർ എക്സാമ്പിൾ, അപ്പൊ കരഞ്ഞോണ്ട് കുടിച്ചാ? കരഞ്ഞോണ്ടിരിക്കും, ചിരിച്ചോണ്ട് കുടിച്ചാ? ചിരിച്ചോണ്ടിരിക്കും, അത് പിന്നെ കുടിച്ചാ അതുപോലെ ഇരിക്കും. ഒന്നുമില്ല, വെറുതെ ചോദിച്ചേട്ടോ. നീ കുടിച്ചത് മതി. ഏയ് ഇനി ബോധം വരുന്നവരെ ഇതേ ഡയലോഗ് ആയിരിക്കും ഫിക്സ്. ഏയ് ഞാൻ ഓടിക്കാൻ നീ മാറാ.
ഏയ് കണ്ണ് കണ്ടൂടെ? ഈ ടേണുകളെ കണ്ടില്ലേ? ആ പതുക്കെ പറഞ്ഞറിയില്ലേ? ഇതൊക്കെ നിന്റെ അച്ഛനുണ്ടാക്കിയിട്ട് റോഡാണോ? സോറി ബോസ്. സോറി. ആളുകളെ തള്ളി വീഴ്ത്തിയിട്ട് സോറി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നിനക്കൊക്കെ ആരാ ലൈസൻസ് തന്നത്? നിനക്കൊന്നും വണ്ടി പോലും തരാൻ പാടില്ല. ഹലോ മിസ്റ്റർ, മര്യാദയ്ക്ക് സംസാരിക്കാൻ നോക്ക്. ഒരെണ്ണം തന്ന നീ താങ്ങത്തില്ല. വണ്ടി ഓടിക്കുന്ന സമയത്ത് മുമ്പിൽ നോക്കില്ല പുറകിൽ നോക്കാതെ വന്നങ്ങ് കേറിക്കൊള്ളുകല്ലേ. നിന്നെ പോലെയുള്ള ആളുകളെ കൊണ്ടാ ട്രാഫിക്കിലെ 90% ആക്സിഡന്റ്സ് ഉണ്ടാവുന്നത്. ക്ലച്ചും പിടിക്കില്ല, ബ്രേക്കും ചവിട്ടില്ല, കീ തിരിച്ച് വണ്ടി എടുത്ത് അങ്ങനെ അങ്ങ് പോവല്ലേ. കുറച്ച് മര്യാദയ്ക്ക് ഓടിച്ച എന്ത് ആശ്വാസമായിരുന്നു നാട്ടുകാർ. എന്താടി? ഞാൻ പറഞ്ഞല്ലേ ബോധം വരുന്നവർ ഇനി സിംഗിൾ ഡയലോഗ് ആണെന്ന്. നിന്നെ വീട്ടിൽ ഇത്ര കൊഞ്ചിച്ച് വളർത്തിയതേ തെറ്റായി പോയെന്ന് എനിക്ക് മനസ്സിലായി. ഏന്ന് പറഞ്ഞോ നല്ല അടി കിട്ടും. നിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിന്നെ പുന്നരിച്ച് വളർത്തിയ ഡാഡിയെ പറഞ്ഞാ മതിയല്ലോ. ഏയ് ചുമ്മാ ഇരുന്നേ. എന്റെ ഫ്രണ്ടിന്റെ മോനിപ്പോ US നിന്ന് വരുന്നുണ്ട്. ഇവളെ ഒന്ന് കണ്ടോട്ടെന്ന് അവര് ചോദിക്കുന്നേ. ഞാൻ വരാൻ പറയട്ടെ? ശരി, വരാൻ പറയ്. ഇവളുടെ കാര്യം ഞാൻ നോക്കാം. 1/2 മണിക്കൂർ കൊണ്ട് ഞാൻ റെഡിയാക്കാം. ഹലോ കുന്തവി, എന്റെ ചക്കര കുട്ടിയല്ലേ, എന്റെ പൊന്നാര കട്ടിയല്ലേ. അമ്മ പറയുന്ന കേക്കില്ലേ? നല്ല ബന്ധാണ്. ലൈഫ് സെറ്റിൽ ആവും മോളെ. ഇവനെ കല്യാണം കഴിച്ചാ നിനക്ക് US പോകാം. നമ്മുടെ സ്വന്തക്കാരും US ഞാനിവിടെ നിന്റെ അച്ഛനെ കല്യാണം കഴിച്ചുകൊണ്ട് ഇവിടെ തന്നെ ആയിപ്പോയി. ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും അമേരിക്ക പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഈ കല്യാണം നടന്നാ ആ പേരും പറഞ്ഞ് എനിക്ക് അമേരിക്കനും ചുറ്റിക്കറങ്ങാലോ. പ്ലീസ് ചക്കരെ. ഒന്നുമില്ല, ആ പയ്യൻ വരുമ്പോ ജസ്റ്റ് കാമായിട്ടൊന്ന് ഇരുന്നാ മതി. ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. ഹായ്, ഹൗ ആർ യു? ഹേയ്, എന്ത് നെർവസ് ആയിരിക്കുന്നേ? ഫീൽ ഫ്രീ. പെൺകുട്ടി അധികം സംസാരിക്കില്ല. ഐ ലൈക്ക് ഇറ്റ്. കുടിക്കാൻ ചായയാണോ കാപ്പിയാണോ? അത് പിന്നെ പറയാം. അത് ശരി, നിങ്ങളുടെ ഹോബീസ് എന്താ? എന്റെ മോള് നന്നായിട്ട് പാചകം ചെയ്യും. അതിന് പാചകക്കാരിയെ വെക്കാം. വീട്ടിലെ എല്ലാ ജോലിയും വൃത്തിയായിട്ട് ചെയ്യും. വീട്ടുജോലിക്കും ആളെ വെക്കാം. മോള് മ്യൂസിക് ക്ലാസ്സിൽ പോകുന്നുണ്ട്. നന്നായിട്ട് പാട്ട് പാടും. സംസാരിക്കാൻ മാത്രം ഇതുവരെ പറഞ്ഞു കൊടുത്തില്ലേ? ബിസ്ക്കറ്റ്സും ഫ്രൂട്ട്സും ഉണ്ട്. വേറെന്തെങ്കിലും വേണോ മോനെ? കുറച്ച് പ്രൈവസിയാ വേണ്ടത്. ഓക്കെ കുന്തവി, ഐ വിൽ കം ടു ദ പോയിന്റ്. എനിക്ക് $10,000 മന്ത്ലി സാലറി വരുന്നുണ്ട്. നിനക്ക് ഉറപ്പായിട്ടും നല്ല ജോലി കിട്ടും. സോ ഈ പാചകക്കാരും ജോലിക്കാരും എക്സ്ട്രാ ഇവരുടെ ശമ്പളം കൊടുത്തു കഴിഞ്ഞ് നമുക്ക് $7,000 ബാക്കിയുണ്ടാവും. നമ്മുടെ കല്യാണത്തിനപ്പുറം 2 വർഷത്തില് നമുക്കൊരു കുഞ്ഞിനെ വേണം. എന്ന് വെച്ചാ കല്യാണം കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യണം. ആ സമയത്തിനുള്ളിൽ തന്നെ എനിക്ക് പ്രൊമോഷൻ ആവാൻ സാധ്യതയുണ്ട്. സോ എന്റെ സേവിങ്സ് കൂടി ഡബിൾ ആവും. അത് നമ്മുടെ കുഞ്ഞിന് യൂസ്ഫുൾ ആയിരിക്കും. സോ എൻഡ് ഓഫ് ദ ഡേ സ്വന്തം വീട്, സ്വന്തം കാറ്, സ്വന്തം കുട്ടികള്, ആവശ്യമുള്ളത്ര ബാങ്ക് ബാലൻസ്. ഇതാണ് എന്റെ ലൈഫ് സ്റ്റൈൽ. എന്തു പറയുന്നു? പെണ്ണുങ്ങൾ എന്താ വണ്ടി ഓടിക്കാൻ പാടില്ലേ? വാട്ട്? പെണ്ണുങ്ങളായ വണ്ടി ഓടിക്കാൻ പാടില്ലെന്ന്. എന്തുകൊണ്ട് പറ്റില്ല? ഓടിക്കാലോ. പിന്നെ അവനെന്താ 90% ആക്സിഡന്റ് നടക്കുന്നത് പെണ്ണുങ്ങൾ വണ്ടി ഓടിക്കുന്നുണ്ടെന്ന് പറഞ്ഞ്? അതാര്? എന്റെ ഭർത്താവ്. ഭർത്താവോ? അതല്ല ചേട്ടാ. ചേട്ടനോ? അല്ല ചേട്ടാ. പെണ്ണുങ്ങളായാൽ എന്താ വണ്ടി ഓടിക്കാൻ പാടില്ലേ? ആണുങ്ങൾ റാഷ് ഡ്രൈവിംഗ് ചെയ്യുന്നതുകൊണ്ട് 100% ആക്സിഡന്റ് ഉണ്ടാവുന്നേ. എന്താ ആൺകുട്ടികൾക്ക് ചെയ്യാം, പെൺകുട്ടികൾക്ക് ചെയ്യാൻ പാടില്ലേ? പെൺകുട്ടികൾ അറിഞ്ഞൊന്ന് വണ്ടി ഓടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാലേ നിങ്ങളുടെയൊക്കെ ബമ്പർ തെറിച്ചു പോകും. I can't tolerate this. Bye. അതെന്താന്ന് വെച്ചാ ഇന്ന് ഹോളി ആയിരുന്നില്ലേ? അവളുടെ ഫ്രണ്ട്സ് പാലാണെന്നും പറഞ്ഞ് ബാങ്ക് കൊടുത്തു.
പാവം ചെറിയ കുട്ടിയല്ലേ, അതറിയാതെ കുടിച്ചുപോയി. നിങ്ങള് രണ്ടുപേരും ഒന്നിച്ചിരുന്ന എല്ലാം ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നു. സോറി അങ്കിൾ, കല്യാണ പെണ്ണിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അതെനിക്ക് പ്രോഫിറ്റ് ആണ്. സഹോദരി മേൽ ഇൻവെസ്റ്റ് ചെയ്താൽ അതെനിക്ക് നഷ്ടമാ. ഞാൻ ലാഭം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്, അല്ലാതെ നഷ്ടം ഉണ്ടാക്കാനല്ല. ബൈ. അവിടെ നോക്ക്, അവനത് സിംഗിൾ. അവൻ വീട്ടിൽ അവനും അവന്റെ അമ്മയും മാത്രമേ ഉള്ളൂ. ബസാറിലൊരു തുണിക്കട നടത്തുന്നുണ്ട്. കറക്റ്റ് 9 മണിയാകുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങും അവൻ. വേറൊന്നും നോക്കാൻ നിക്കണ്ട, 2 കൊടുത്താ അഡ്രസ് ഉണ്ടാവരുത്. അവിടെ നോക്ക്, അവൻ വണ്ടി കൊണ്ട് ഇറങ്ങി വെളിയിലേക്ക് വന്നു. റെഡിയാക്കും, ഞാൻ കൊടുക്കുന്ന അടി നീ കണ്ടു. ഇപ്പൊ ഞാൻ അടുത്തൂടെ പോവാൻ പോവാ. നല്ലൊരു അടി കൊടുത്തിട്ട് വരാം. ഏയ് വേണ്ട. അതെ, വലിയ റിസ്ക് അത്. ഒരു കാര്യം ചെയ്യാം, ഓവർടേക്ക് ചെയ്തിട്ട് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാം. ഫേസ് ടു ഫേസ് ഐ കോണ്ടാക്ട് ചെയ്തിട്ട് നല്ലൊരു അടി കൊടുക്കണം. അപമാനം താങ്ങാൻ അവിടെ ചത്തുപോട്ടെ. സ്റ്റാർട്ട് ചെയ്യും. പെണ്ണുങ്ങളല്ലേ അവൻ വഴക്കു പറയുന്നത്. നമ്മൾ ഒരെണ്ണം നന്നായിട്ട് കൊടുക്കുവാണെങ്കിൽ ഇവനൊക്കെ പോയി സൂയിസൈഡ് ചെയ്തോളൂ. അവിടെ നിർത്താൻ. സ്റ്റോപ്പ് സ്റ്റോപ്പ്. അങ്ങോട്ട് ചെല്ലേ. കുറച്ച് അർജന്റ് അത് സാറിനോട് പോയി പറയേ. പ്ലീസ് സർ. വാ, വാ. ദാ വരുന്നു അവിടെ സർ. സാറിനോട് പോയി അവിടെ പറയുന്നേ. ഇരിക്ക് സർ. നമുക്ക് ചെന്ന് ഇവിടെ പറയ്, പോ, പോ. സംസാരിക്കാലോ. എന്താ സാറേ ഇത്? പറഞ്ഞ മനസ്സിലാവില്ല സാർ. എന്നോട് പറയണ്ട, സാറിനോട് പോയി പറയേ. ശല്ലേ? ആ സാറിനോട് പോയി പറയുന്നേ. എന്താ ആ സാർ സാറിനോട് പോയി പറയേ. ഇതാ സാറാ പെണ്ണിന്റെ നമ്പർ. പറഞ്ഞത് മനസ്സിലായല്ലോ. ബൈ. DSPയുടെ നമ്പർ കൊടുത്തേക്കുന്നത് ചന്ദ്രശേഖർ. എന്തൊരു റിയാക്ഷൻ അടിയത്. എനിക്ക് എന്തൊക്കെയോ ഡൗട്ടൊക്കെ ഉണ്ട്. അതെടി, എനിക്കും അങ്ങനെ ചില ഡൗട്ടുകളൊക്കെ വരുന്നുണ്ടടി. She's the love, she wants the love, she's gonna crazy in love, in love, in love, in love, in love. Ela, 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 la. Idu rathriledu kanave kanduvo. Nirameva unara. Kanavin nirama. Niramai nirayamo. Nirige. Idu rathriledu kanave kanduvo. Idu rathriledu manasil kanduvo. നെഞ്ചിനുള്ളിൽ താളമാകെ നൃത്തമാടിയോ, കൂടെയുള്ള ഫ്രണ്ട്സിനൊപ്പം സ്വപ്നം നെയ്തുവോ. എന്ത് ചെയ്താലും ഈ നാട് നന്നാകും. നെഞ്ചിടിപ്പ് കാതിനുള്ളിൽ നൃത്തം വെച്ചതോ, നവിലാകെ വന്നതാടി വേദവാക്യമോ. നീയേ പൊൻജന്മം, ഞാനേ നിൻ വെൺശില്പം. ഏല, 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 ഏലല. ഏതോ രാത്രിയിലേതോ മനസ്സിൽ കണ്ടുപോ. പ്രേമമെന്നും തകിട് മാത്രമോ, പാട്ടുപോലെ നെഞ്ചിലാകെ താളമേകുമോ. ചോദ്യമെന്തെന്നോ അത് താളമില്ലെന്നോ. നെഞ്ചിടിപ്പ് കാതിനുള്ളിൽ നൃത്തം വെച്ചതോ, നവിലാകെ വന്നതാടി വേദവാക്യമോ. നീയേ പൊൻജന്മം, ഞാനേ നിൻ വെൺശില്പം. ഇതെന്താണ് ട്വിസ്റ്റ് ആയോ? ഐ ഡോണ്ട് നോ. പോയി പോയി ഇപ്പൊ അവനെയാണോ ലവ് ചെയ്യുന്നത്? ഛേ,
നല്ല ഭംഗിയുണ്ടടി. അത് മനസ്സിലായി. വേറെന്താ അവന്റെ അടുത്തുള്ളേ? അവനൊരു ആൺകുട്ടിയാണ്. അവൻ എന്ത് പ്രത്യേകത ഉള്ളെന്ന് പറ. അവന് മീശ ഉണ്ടടാ. അപ്പോ മീശയുള്ള മാത്രമാണ് ആണുങ്ങൾ, അപ്പൊ മീശ ഇല്ലെങ്കിലും മലയാളി പയ്യന്മാർക്ക് മീശയുടെ ഭംഗി. പ്രേമമെന്നും തകിട് മാത്രമോ പാട്ടുപോലെ നെഞ്ചിലാകെ താളമേകുമോ ചോദ്യമെന്തെന്നോ അത് താളമില്ലെന്നോ നെഞ്ചിടിപ്പ് കാതിനുള്ളിൽ നൃത്തം വെച്ചതോ നവിലാകെ വന്നതാണ് വേദവാക്യമോ ഡാഡി, നിങ്ങളുടെ ലവ് മാരേജ് അല്ലേ? അച്ഛൻ അമ്മയാണോ ഫോളോ ചെയ്തത് അതോ അമ്മയാണോ അച്ഛനെ ഫോളോ ചെയ്തത്? എന്തിനാ മോളെ ഇതൊക്കെ ചോദിക്കുന്നത്? പറ അച്ഛാ പ്ലീസ്. ഞാൻ തന്നെയാ ഫോളോ ചെയ്തേ. അമ്മാവന്റെ ലവ് മാരേജ് അല്ലേ? മനസ്സിലായി. അവിടെ ആദ്യം മാമൻ തന്നെയാ ഫോളോ ചെയ്തത്. ആദ്യം ആ പെണ്ണിന് സമ്മതമായിരുന്നില്ല, പിന്നെയാണ് അവള് സമ്മതിച്ചത്. നിന്റെ മാമൻ തന്നെയാ പറഞ്ഞത്. ഇവരുടെ എല്ലാവരുടെ ലവ് സ്റ്റോറിയിലും ആണുങ്ങളാ ഫോളോ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവനെന്താ എന്നെ ഫോളോ ചെയ്യാത്ത? എങ്കിൽ പിന്നെ ഞാൻ തന്നെ ഫോളോ ചെയ്യാം. എനിക്ക് ഉറപ്പായിരുന്നു ഇവിടെ വന്ന ചെക്കനെ നീ ചേട്ടാന്ന് വിളിച്ചപ്പോ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഇവള് വേറെ എന്തോ പണി ഒപ്പിക്കുന്നുണ്ടെന്ന്. വേണ്ട വേണ്ടെന്ന് പറഞ്ഞ കേക്കില്ലല്ലോ. പെൺകുട്ടിയായിട്ട് വളർത്താണ്ട് ആൺകുട്ടിയെ പോലെ വളർത്തിയപ്പോഴേ ഇതല്ല ഇതിനപ്പുറം നടക്കും. ഒരു നാണമില്ലാത്തവള്. എന്തിനാ ഞാൻ വായടക്കുന്നേ? അവളോട് ആദ്യം പറയും. അവള് പറയുന്നതിനൊക്കെ നമ്മൾ ചിരിച്ചോണ്ടിരുന്നാ പിന്നെ അങ്ങോട്ട് നമ്മളെ നോക്കി എല്ലാവരും ചിരിച്ചോണ്ടിരിക്കും. നിർത്ത്. ആരാ മോളെ ആ പയ്യൻ? അറിയില്ല. പേരെന്താ? അറിയില്ല. പക്ഷെ ഈ നാട്ടിലുള്ളതാ. എന്താ അവൻ ചെയ്യുന്നേ? ഹായ്. ഹായ് സർ. ഈ കടയിൽ നല്ല സെലക്ഷനാ. വാ മോളെ. സുഖാണോ? എക്സൽ സൈസിൽ ഒരു ഷർട്ട് ഇട്. ശരിയേട്ടാ. ഇത് നോക്കി. ഇത് പാക്ക് ചെയ്തോ. ഇതാ പഠിച്ചോ. സർ ക്യാഷ് അവിടെ കൊടുത്താൽ മതി. നീ പോയി ബില്ല് കൊടുത്തിട്ട് വേടാ. ഇങ്ങോട്ട് നോക്കിയേ. അയ്യോ സാറാണോ? നമസ്കാരം സാർ. സുഖമാണോ സാറേ? ചേട്ടാ സുഖമായിരിക്കുന്നു. സാറിന്റെ അനുഗ്രഹം കൊണ്ട് നന്നായിട്ട് പോകുന്നു. ഇതെന്റെ വൈഫ്, പിന്നെ ഇതെന്റെ മോള. ഉത്സവമല്ലേ വരുന്നത്, പിന്നെ നമ്മുടെ മരുമോനും വരുന്നുണ്ട്. അതുകൊണ്ട് ചെറിയൊരു പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നതാ. പിന്നെ ഭാര്യയെ കാണാൻ ഭർത്താവ് വന്നല്ലേ പറ്റൂ. ഈ ജനറേഷന്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാ അല്ലേ? അതെ അതെ അതെ. അത് പോട്ടെ, നിങ്ങളുടെ ഇളയ മോൾക്ക് കല്യാണം വല്ലതും ശരിയായോ? നമ്മുടെ കമ്മീഷണറുടെ രണ്ടാമത്തെ മോനുണ്ട്. പെട്രോൾ പമ്പ് നടത്തി ഇപ്പൊ നന്നായിട്ട് സമ്പാദിച്ചോണ്ടിരിക്കുക. 4 ഭാഗത്തും പണം വന്നു കൂടുക. നിങ്ങളുടെ അന്തസ്സിന് ചേർന്ന ബന്ധുവാ. നമുക്കിത് സംസാരിച്ചു നോക്കിയാലോ? സാർ എന്തു പറയുന്നു? എന്റെ ഇളയ മോള് മരിച്ചുപോയി.
പെണ്ണിനെ ഹെൽപ്പ് ചെയ്യണമെന്നുള്ള കോമൺ സെൻസ് പോലുമില്ല. ഏയ് എന്താ പറ്റിയത്? സ്റ്റാർട്ട് ആകുന്നില്ല. ശരി കേറി ഇരിക്കേ. ഇരിക്കേ. എന്നെ തന്നെ തള്ളിക്കൊണ്ട് പോവാണല്ലോടാ നീ. എന്താ പറഞ്ഞേ? വണ്ടി. ഓക്കെ എടുത്തിട്ട് പോ. എന്താടാ വണ്ടി ഇപ്പോഴെങ്കിലും പിക്കപ്പ് ആവോ? അത് വണ്ടി ഓടിക്കുന്ന ആരാന്ന് വെച്ചിരിക്കും. എനിക്കെന്താടാ കുഴപ്പം? ഞാൻ നന്നായിട്ട് ഓടിക്കില്ലേ? പിന്നെ എന്തിനാടാ എപ്പോഴും സർവീസാന്ന് പറഞ്ഞ് വന്നോണ്ടിരിക്കുന്നേ? എടുത്തോണ്ട് പോടാ. എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നു? എന്താടാ അവനുണ്ടോ? നൈറ്റ് ഡ്യൂട്ടിയാടാ, അതാ ഇപ്പൊ കിടന്നുറങ്ങുന്നേ. എന്താ എന്ത് നൈറ്റ് ഡ്യൂട്ടി അവന്? ഏയ് അത് എന്നോട് വേണ്ടടാ, ഞാൻ എപ്പോ വേണമെങ്കിലും ചെയ്തോളാം. കൂടുതൽ സംസാരത്തിന്റെ വായ ഞാൻ തല്ലിപ്പൊടാ. അതെന്റെ സാധനമാടാ, അവിടെ വെക്ക്. ഈ കടയിലുള്ള എന്തെടുത്താലും അത് എന്റേതാടാ. അങ്ങോട്ട് നോക്കടാ. അങ്ങോട്ട് നോക്കാം. ഇത്ര സുന്ദരിയായ ഒരു പെണ്ണിനെ തള്ളിക്കൊണ്ടുവരുന്നത് ആരാ? ഞാനും ഇപ്പോഴാടാ ഇത് കാണുന്നത്. ഹായ്ഡാ. ഹായ്. ഈ വണ്ടിക്ക് എന്തോ പ്രോബ്ലം ഉണ്ട്, ഒന്ന് നോക്കിയടാ. ഇവിടെ ഒരുപാട് ബൈക്കുണ്ട്, അതൊക്കെ നോക്കട്ടെ, എന്നിട്ട് ഞാനിത് നോക്കാം. വെച്ചിട്ട് പോവാൻ പറ, ഞാൻ നോക്കിക്കോളാം. എന്നാ ശരി. ഇടയും കുറച്ച് പരിപാടിയുണ്ട്, നാളെ കാണാം. അപ്പൊ ഞാനോ? ഓട്ടോ പിടിച്ചു പോ. നിന്റെ പേരെന്താ? വരുൺ. നിങ്ങളുടെ പേരെന്താ? കുന്തവി. നിങ്ങളാരാ? ഞങ്ങളൊക്കെ അവന്റെ ബെസ്റ്റ് ഫ്രണ്ട്സാ. ഓ ഹായ്. സോ ആർ യു സീരിയസ് അബൌട്ട് ഹിം? മേ ബി. അവൻ നിന്നെ സ്നേഹിക്കുന്നോ ഇല്ലയോ എന്ന് അറിയില്ല, പക്ഷേ നിന്റെ സ്നേഹം മാത്രം കളയായിരുന്നാ മതി. ഡോണ്ട് മിസ് ഹിം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവൻ സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ. നിനക്ക് നല്ല ടേസ്റ്റാ മോളെ. പക്ഷേ അളിയൻ കുറച്ച് ഡിഫിക്കൽട്ട് കേസാ. നീ ശരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, കിട്ടും. അതെ, അവൻ ടിപ്പിക്കൽ മാത്രല്ല, മെന്റലും കൂടിയാ. അതുകൊണ്ടാ ഞാനിങ്ങനെ ഭ്രാന്ത് പിടിച്ച് നടക്കുന്നത്. ഇവളൊക്കെ അമ്പലത്തിലേക്കാണ് വന്നേക്കുന്നത്, അത് വേറെ എങ്ങോട്ടെങ്കിലും ആണോ? എന്തൊരു ഡ്രസ്സാ ഇത്! ഈ ജനറേഷനിൽ ഇടുന്ന ഡ്രസ്സും അവരും. ఇందరికి అభయం ఒలిచుచే కందువగో మంచి బంగారు చే ఇందరికి ఇందరికి అభయం ఒలిచుచే కందువగో మంచి బంగారు చే ఇందరికి అభయం ఒలిచుచే కందువగో మంచి బంగారు చే ఇందరికి అభయం ఒలిచుచే. പ്രസാദം എടുത്തോളൂ മോളെ. അമ്മ ആരതി എടുത്തോളൂ. ആ പെണ്ണേത്? കുന്തവി, ബാങ്ക് മാനേജറുടെ മോളാ. നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഷർട്ട് വേണം. ആർക്കാ? എന്താ ആർക്കാണെന്ന് പറഞ്ഞാലേ തരുള്ളോ? സൈസ് പറഞ്ഞാ കാണിക്കാം മാഡം. സൈസ് അയാളുടെ സൈസ് എത്രയാ? അതേ സൈസ്. നല്ലത് കാണിക്കണേ. ഈ കടയിലെല്ലാം നല്ലതാ മാഡം. അതുകൊണ്ടാ നിങ്ങളുടെ കടയിൽ തന്നെ വന്നത്. ഇതിനെത്ര? ഇത് 300 ഉള്ളൂ മാഡം.
കുറച്ച് കൂടിയ റേഞ്ചിന് കാണിച്ചതാ. എന്റെ റേഞ്ചിന് കാണിക്കണോ അതോ മേഡത്തിന്റെ റേഞ്ചിന് കാണിക്കണോ? കൂടുതൽ സംസാരിക്കണ്ട, പറഞ്ഞത് ചെയ്യ്. ശരി മാഡം. ഇതൊന്ന് നോക്കി. ഇതെടുത്തോ. ഓക്കെ. ഇതിന് മാച്ച് ആവുന്ന ജീൻസ് കാണിക്കേ. സൈസ് എത്രയാ മാഡം? സൈസ് സാറിന്റെ സൈസ് 32 ആ. ഇത് ഓക്കെ. ശരി. ആൺകുട്ടികള് അകത്തിടാറില്ലേ? മനസ്സിലായി മാഡം. അതൊന്ന് ഇതൊന്ന് നല്ല മാച്ചായിട്ടില്ലേ? നീ എന്താ പറഞ്ഞ? അല്ല, മേഡത്തിന്റെ ഇഷ്ടത്തിന് എടുത്തോളൂ. ഗുഡ്. പാക്ക് ചെയ്തോ. ശരി മാഡം. ഡിസ്കൗണ്ട് ഒന്നുമില്ലേ? എന്താ പറയുന്ന? ഞാൻ ഫിക്സ് ആയിട്ടില്ലേ? ശരി, എന്നാ ഞാൻ പോവാ. ഹലോ. എന്താ ഇത് കൊണ്ടുവന്നില്ലേ? ഗിഫ്റ്റ്. ആർക്ക്? നിനക്ക് തന്നെ. എന്തിനാ? എന്തിനാന്ന് വെച്ചാ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അപ്പൊ എനിക്കിഷ്ടം വേണ്ടേ? ഇത്ര സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ ഏതെങ്കിലും ഒരുത്തൻ വേണ്ടെന്ന് വെക്കോടാ. നിന്നെ കാണാൻ ഭംഗിയുണ്ടെന്ന് ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരുത്തം പറഞ്ഞിട്ടുണ്ടോ? നിനക്ക് അതിനെ മാത്രം ഭംഗിയൊന്നുമില്ല. എന്നാ പിടിച്ചോ. എനിക്ക് ഭംഗിയില്ലേ? എനിക്ക് ഭംഗിയില്ലേന്ന് അവൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞ? എന്റെ മുഖത്തിന് എന്താ ഒരു കുറവ്? അവന്റെ ലിസ്റ്റിൽ ഭംഗിയെന്ന് പറഞ്ഞാ ഫേസിലൊന്നും അല്ലെന്ന് തോന്നുന്നു. വേറെ ഇവിടെ നോക്ക്. ഇവിടെ ഒരു പെണ്ണ നിക്കുന്നെന്ന് വിചാരിച്ചോ, ഇപ്പുറത്തൊരു പയ്യൻ. ഒരൊറ്റ ഒരു അടി അടിച്ചാ. ബട്ട് അക്കോർഡിംഗ് ടു ദ ലോ ഓഫ് മെയിൽ മാഗ്നറ്റിസം ചെറുപ്പക്കാരിൽ 2 തരവാ. ടൈപ്പ് 1 ഷേപ്പ് എങ്ങനെയായിരുന്നാലും പ്രശ്നമില്ല, പക്ഷെ ഫേസ് നല്ല സൂപ്പർ ആയിരിക്കണം നിർബന്ധം. പിന്നെ ടൈപ്പ് 2 ഫേസ് എങ്ങനെയായിരുന്നാലും കുഴപ്പമില്ല, പക്ഷെ ബോഡി നല്ല സൂപ്പർ ആയിരിക്കണം. എനിക്ക് തോന്നുന്നത് അവൻ ടൈപ്പ് 2-ലാ പെടുന്ന. അതെ. എന്റെ ഷേപ്പിന് എന്താ ഒരു കുഴപ്പം? എന്നെ കണ്ടിട്ട് മയങ്ങി വിടാത്ത ഒരാണെങ്കിലും നമ്മുടെ കോളേജിലുണ്ടോ? എടാ, അവള് പറയുന്നത് ആമ്പിള്ളേനെ പറ്റിയാ. നീ അവിടെ ഇരിക്കെ. അത് പക്ഷേ നീ പറയാൻ പാടില്ല കേട്ടോ. ഇനി എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ കാണിച്ചു തരാം. എന്താ പറഞ്ഞേ? വെറുതെ പറഞ്ഞതാ. കുഴപ്പമില്ല. ചുമ്മാ ഇരിക്കടാ. ഈ കുന്തവി, നിനക്കെല്ലാം കറക്റ്റ് ആയിട്ട് തന്നെയുണ്ട്. പക്ഷേ പയ്യന്മാരെ അട്രാക്ട് ചെയ്യണമെങ്കിൽ കൂട്ടേണ്ടത് കൂട്ടുകയും ചെയ്യണം, കാണിക്കേണ്ടത് കാണിക്കുകയും ചെയ്യണം. മനസ്സിലായി. സ്റ്റോക്ക് എത്തിയില്ലേ? എന്താ വേണ്ടത് ഇപ്പൊ? എന്നെ ഫുള്ളായിട്ടൊന്ന് നോക്കിക്കേ. എന്റെ ഫേസ്, എന്റെ ഷേപ്പ്. ഇനി പറ, എന്നെ കാണാൻ ഭംഗിയായിട്ടില്ലേ? ഞാൻ എവിടെ പോവില്ല. എനിക്കിപ്പൊ തന്നെ അറിയണം, ഇവിടെ വെച്ച് തന്നെ അറിയണം. എന്നെ കാണാൻ ഭംഗിയുണ്ടോ അതോ ഇല്ലയോ? ഇല്ല. നിനക്ക് ഞാൻ എങ്ങനെ ഇരുന്നാലോ ഇഷ്ടാവോ അതൊന്ന് പറ. പെൺകുട്ടികള് പകുതി പേരും എന്നെ പോലെ തന്നെ ഉണ്ടാവാ. ഇങ്ങനെ എല്ലാരും വേണ്ടെന്ന് പറഞ്ഞ പിന്നെ നിനക്ക് കല്യാണം നടക്കില്ല. നോക്കിക്കോ, ചത്തുപോകും നീ. എന്നുവെച്ചാ ആൺകുട്ടികള് 2 ടൈപ്പാ ഉള്ളത്. ഫിഗർ എങ്ങനെയാണെങ്കിലും ഫേസ് നല്ലതായിരിക്കണം. ഫേസ് നല്ലതല്ലെങ്കിലും ഫിഗർ നല്ലതായിരിക്കണം. എനിക്ക് ഫേസും ഫിഗറും നല്ലതായിട്ടല്ലേ ഉള്ളത്. പിന്നെന്താ നിന്റെ പ്രശ്നം? ആമ്പിള്ളേരിൽ വേറൊരു വിഭാഗം കൂടിയുണ്ട്, മനസ്സ് നോക്കുന്നവര്. എന്റെ മനസ്സിന് എന്താ കുഴപ്പം? ഇവിടെ നോക്ക. I hate you.
hate you. I hate you. എത്ര നാളിങ്ങനെ നീ ജീവിക്കും? ലൈഫിലെ ചില കാര്യങ്ങൾ മറക്കാൻ പാടില്ല. ചില കാര്യങ്ങൾ മറക്കാൻ ശ്രമിച്ചേ പറ്റും. മനസ്സിലായോ? അതിനൊരു വലിയ ഉദാഹരണം ഞാനാ. ഞാൻ പറയുന്നത് കേൾക്ക്. വേണ്ടാന്ന് വെക്കുക. അത് വേണ്ടെന്ന് വെക്കാനുള്ള ഒരു ചിന്തയില്ല സാർ. പ്രണയമാണ് സാർ. ఇందరికీ అభయం ఒలిచుచే కందువగు మంచి బంగారు చే ఇందరికీ ఇందరికీ అభయం ఒలిచుచే కందువగు మంచి బంగారు చే ఇందరికీ అభయం ఒలిచుచే కందువగు మంచి బంగారు చే ఇందరికీ అభయం ఒలిచుచే. നിന്റെ പേര് കുന്തവി എന്നാണോ മോളെ? അതെ ആന്റി. മനസ്സിന് ഇഷ്ടപ്പെടുന്ന പേരാ. ആ ദൈവത്തിന്റെ പോലെ തന്നെയുണ്ട്. ആദ്യത്തെ പ്രാവശ്യം ഞാൻ നിന്നെ കാണുമ്പോ നീ മോഡേൺ ഡ്രസ്സിലായിരുന്നു. സത്യമായിട്ടും എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. നീ പാടിയ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോ ഞാൻ വലിയ ഫാനായി നിന്റെ. നിനക്കിപ്പോ എന്താ പറ്റി മോളെ? ഇല്ല, നിന്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നും അറിയാൻ വേണ്ടിയല്ല ചോദിച്ചേ. അതിനെപ്പറ്റി നീ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഫീൽ ആവില്ല. അതെന്താണെന്ന് വെച്ചാ ഞാൻ പറഞ്ഞില്ലേ നിന്നോട്, ഞാൻ നിന്റെ വലിയ ഫാനാ. ഒന്നുമില്ല ആന്റി, ഒരു ചെറിയ ഡിസ്റ്റർബൻസ്. മനസ്സിനൊരു സമാധാനമില്ല. നീ വെറുതെ വിഷമിക്കണ്ട കുന്തവി. നല്ല മനസ്സുള്ളവർക്ക് എപ്പോഴും സന്തോഷം മാത്രം ഉണ്ടാവൂ. എന്ത് പറഞ്ഞേ? എനിക്ക് നല്ല മനസ്സാന്നോ? അതെങ്ങനെ നിങ്ങൾക്കറിയാം? നിങ്ങളുടെ കണ്ണിലത് അറിയുന്നുണ്ടോ? കൊച്ചുകുട്ടിയെ നീ. നല്ല മനസ്സുള്ളവരെ അറിയണമെങ്കിൽ കണ്ണിന്റെ ആവശ്യമില്ല മോളെ, നല്ല മനസ്സ് മാത്രം മതി. അതെ ആന്റി, അവനും ആ മനസ്സ് വേണല്ലോ. അവനാരാ? അവനൊരു സ്റ്റുപ്പിഡ് ആന്റി. അവനൊരു തുണിക്കടയുണ്ട്. തുണിക്കടയോ? നല്ല സ്റ്റൈലാ ആന്റി. അതുമാത്രല്ല, ആൺകുട്ടികൾ മാത്രമേ പെൺകുട്ടികളെ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. പെൺകുട്ടികൾക്ക് എന്താ ആൺകുട്ടികളെ സെലക്ട് ചെയ്തൂടെ? അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത്രയ്ക്ക് ചീപ്പായി പോകും. ആരെ പറ്റി മോളെ പറയുന്നേ? ഒരുത്തനുണ്ട്. ആ, അതാ എന്റെ മോൻ. അവളെ അമ്മയ്ക്ക് അറിയോ?
അവളൊന്നും പറയണ്ട, അവരൊന്നും പറയും. ശരി, ആ കുട്ടിയമ്മയ്ക്ക് അറിയോ? എന്താ നിനക്കറിയോ? അതിന് നല്ല വട്ടാമ്മേ. പോടാ. ഭംഗിയുള്ള മനസ്സും രണ്ടും കൂടി ഒത്തണങ്ങി കിട്ടുന്ന ബുദ്ധിമുട്ടാ മോനെ. കുന്തവി വളരെ നല്ല കുട്ടിയാ. എനിക്കറിയാവുന്ന വീട്ടുകാരുടെ അടുത്തുള്ളവരാ. അവരുടെ ഫാമിലി വളരെ നല്ലതാ. അതിനേക്കാളൊക്കെ ആ പെണ്ണിന് നിന്നെ വലിയ ഇഷ്ടം മോനെ. നീ സന്തോഷായിട്ട് ഇരുന്നില്ലെങ്കിൽ എനിക്ക് സന്തോഷായിട്ട് ഇരിക്കാൻ പറ്റില്ല മോനെ. എനിക്കിപ്പോ ഒരു സന്തോഷവും ഇല്ല. അമ്മേ, എന്തൊക്കെയാ പറയുന്നത്? അതൊന്നും അല്ല മോനെ. നിന്നെ ഞാൻ കാണുന്ന ഓരോ ദിവസവും എന്റെ ആയുസ്സിന്ന് ഓരോ ദിവസം കുറയുന്ന പോലെയാ. അമ്മേ പ്ലീസ്. നീ സന്തോഷായിട്ട് ജീവിക്കുന്ന കാണാനാ മോനെ എനിക്കിഷ്ടം. ഉറങ്ങിക്കോ. പറ. എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്നുണ്ട്. ശരി. നിനക്കെന്നെ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടെന്ന് എനിക്കറിയില്ല. ഐ ലവ് യു എന്ന് പറഞ്ഞു എന്നെ ചേസ് ചെയ്യുന്നു. അപ്പൊ തന്നെ എന്നെ ഹേറ്റ് ചെയ്യുമെന്നും പറയുന്നു. ക്ലാരിറ്റി ഇല്ല, സ്റ്റെബിലിറ്റി ഇല്ല. നീ എന്നെ ശരിക്കും ഇഷ്ടപ്പെടുന്നു അതോ ഹേറ്റ് ചെയ്യുന്നു? ഏതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യാതെ. നീ അങ്ങനെ പോയാൽ എങ്ങനെയാ? ലവോ ഹേറ്റോ ഒന്ന് ഫിക്സ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? ഞാൻ രണ്ടിലൊന്ന് ഫിക്സ് ചെയ്യട്ടെ. ഹേറ്റിൽ നിന്ന് ലവ് വന്നു, ലവിൽ നിന്ന് ഹേറ്റ് ചെയ്തു. സോ രണ്ട് ലവ് തന്നെയാ. എനിക്ക് ക്ലാരിറ്റി വന്നു, നീ ക്ലാരിറ്റി ഉണ്ടാക്കാൻ നോക്ക്. എന്താ എന്താ? എന്താ എന്തുപറ്റി? നീ എന്നെ അടിച്ചു. എന്താ? നീ എന്നെ അടിച്ചില്ലേന്ന്. ശരി, എന്നെ തിരിച്ചൊന്നടിച്ചു. അങ്ങനെ അടിച്ചാ പ്രതികാരം തീരുമല്ലോ. എന്തിനാ അർജന്റായിട്ട് വരാൻ പറഞ്ഞേ? നമസ്കാരം മാഡം. എന്റെ പേര് സൂര്യ, ഇവന്റെ പേര് സ്വാമി, പിന്നെ ഇത് ചാരു, പിന്നെ ഇത് ശ്രുതി, ഇത് പിന്നെ ശ്രുതി. നമസ്കാരം. ഇവൻ ഇതെന്താ പറ്റിയത്? നിനക്ക് പ്രേമം തോന്നിയില്ലേ? അതേപോലെ നിന്റെ ആൾക്കും ഇപ്പൊ പ്രേമോ. പിന്നെ നിനക്ക് ഞങ്ങളെ ഒന്നും കണ്ണിപ്പെടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ നിന്നെ ഇൻട്രൊഡക്ഷൻ ചെയ്തു തന്നതാ. അവനൊന്നും പറഞ്ഞില്ലെങ്കിൽ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്റെ ദൈവമേ. ഒന്നുമില്ല, നീ മൈൻഡ് ചെയ്യാത്ത കാരണം ഒന്ന് ഫീൽ ചെയ്തെന്ന് മാത്രം. നീ ഒരുപാട് അകന്നു പോയതുപോലുണ്ട്. ഓക്കേ ഓക്കേ ഓക്കേ, ഇന്ന് ഫുൾ ഡേ ഞാൻ നിങ്ങളുടെ കൂടെ ആയിരിക്കും. ഓക്കേ അല്ലേ? ഹാപ്പി? ലെറ്റ്സ് ഗോ. ഹാപ്പി. അങ്ങോട്ട് നോക്കേ, നിന്റെ ആളതെ വണ്ടി കൊണ്ട് വരുന്നുണ്ട്. പോ പോ പോ. ഇന്ന് നമ്മുടെ കൂടെ എല്ലാം സ്പെൻഡ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഇപ്പൊ നോക്കിയേ, അവൾ അവന്റെ കൂടെ ചേർന്നിട്ട് ഇപ്പൊ നമ്മളെയൊക്കെ മറന്നു കേട്ടോ. കണ്ടാലൊന്നും മനസ്സിലാവാത്ത പോലെയാ, എന്തോ വലിയ ജോലി ചെയ്യുന്ന പോലെ. ഇന്നത്തെ മുഖ്യ ചർച്ചാ വിഷയം ഭൂമിയിൽ പെയ്യുന്ന മഴയെക്കുറിച്ച് കർഷകരുടെ പ്രതീക്ഷ. സാധനങ്ങൾക്കൊക്കെ വില കുറയുന്നത് സാധാരണ ജനങ്ങളുടെ ഒരു പ്രതീക്ഷ. സമാധാനമായിട്ടുള്ള ഒരു ജീവിതത്തിന് ജനങ്ങളുടെ ഒരു കാത്തിരിപ്പ്. മനസ്സമാധാനം ജനങ്ങൾക്ക് അത്യന്താപേക്ഷിതം. നിങ്ങളുടെ കയ്യടി കേൾക്കുക എന്നുള്ളത് ഈ കലാകാരന്റെ പ്രതീക്ഷയും. എന്റെ മനസ്സ് വിഷമിക്കുന്നുണ്ട്, ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഇവൻ പാടുന്ന കവിതക്ക് നമുക്ക് സങ്കടം വരുന്നത്. നമ്മുടെ പുതിയ തലമുറയുടെ പോക്ക് എങ്ങോട്ടാ? പ്രോഗ്രാം കണ്ടോണ്ടിരിക്കാൻ എങ്ങോട്ടായി പോകുന്നത്? എങ്ങനെ കേട്ടോണ്ടിരിക്കും. ജീവിതം എന്താണ് അവരെ വഴി കാണിക്കുന്നത്? അങ്ങോട്ട് നോക്കിയേ,
പാർക്കും സിനിമാ തിയേറ്ററും പോരാണ്ട് ബാക്കി ഇവിടെ വന്നിരുന്ന അവരുടെ ശല്യം സഹിക്കാൻ പാടില്ല. അവർക്ക് ഫ്രീ ആയ സ്പേസ് വേണം, നമുക്ക് കാലിയ സീറ്റ് ഫുള്ളും ആവണം. നമ്മുടെ പ്രോഗ്രാമിന് യൂത്ത് ഒക്കെ വരുന്നെന്ന് സന്തോഷിക്കും ഗുരുവേ. എന്റെ മനസ്സ് വേദനിക്കുന്നു, ഒരുപാട് വേദനിക്കുന്നു. ഡിസപ്പോയിന്റഡ് ആയോ? എന്തിന്? എന്റെ ഫ്രണ്ട്സിനെ വിട്ടിട്ട് വന്നല്ലേ, അതുകൊണ്ട് ചോദിച്ചു. നീ വന്നില്ലേ? നീ ഉള്ളപ്പോ ലൈഫിൽ എനിക്ക് ഒന്നിനെ കുറിച്ച് ഓർത്തും വിഷമമില്ല. നീ എന്റെ കൂടെ ഇല്ലെങ്കിൽ ഈ ജീവിതം പിന്നെ എനിക്ക് വേണമെന്നില്ല. നീ ചൊന്നതെല്ലാം കളിവാക്കുകൾ, നീ കേട്ടതെല്ലാം മറുവാക്കുകൾ, നീ തന്നതെല്ലാം ഉയർനാഥമായി, ഞാൻ ചെന്നതെല്ലാം നിൻ പേരുകൾ. ദൂരെ ദൂരെ വരുമോ സഖിയെ, നേരമോ പുലരുമോ സഖിയെ, മാനമോ തെളിയുമേ വിധിയെ, എന്നോടൊപ്പം നീയും കണ്ണേരത്താണോ? നീയാരോ എന്നില പ്രപഞ്ചമേ, നീ വരൂ പോരാമോ, നീ വരൂ എൻ ജീവൻ തരും നീ നില. നിൻ മൗനം എന്നും സുഖകരം, നീയേ പ്രിയം എൻ ത്യാഗം, നീയോ പ്രിയതമേ, നീയേ വരും. നീയാരോ എന്നില പ്രപഞ്ചമേ, നീ വരൂ പോരാമോ, നീ വരൂ എൻ ജീവൻ തരും നീ നില. ഹായ്, എന്താ അർജന്റായിട്ട് വരാൻ പറഞ്ഞു? I'm so happy. I'm very happy. എന്തുപറ്റി? I got a job in USA. 6 month ഹൈദരാബാദിലെ 6 month യുഎസ്എയിലെ 4 lakh പാക്കേജ്. നിനക്ക് ഓർമ്മയില്ലേ? നീ എന്റെ കൂടെ വന്നതുകൊണ്ടാ എനിക്ക് ആ ജോലി കിട്ടിയത്. സത്യമായിട്ടും അതെ. നീ എനിക്ക് ലക്കി ആടാ. I'm so happy. പെട്ടെന്ന് എന്തു പറ്റി? എനിക്കതിൽ താല്പര്യമില്ല. എന്നുവെച്ചാ ഇഷ്ടാവുന്നില്ല. എനിക്കറിയാടി, നിന്നെ പോലെയുള്ള പെണ്ണുങ്ങൾക്കൊന്നും യഥാർത്ഥ പ്രേമം പറഞ്ഞിട്ടില്ല. ഞാനും നിന്റെ അച്ഛനും സമ്മതിച്ചു. ഇത്ര നല്ലൊരു ജോലി കിട്ടിയിട്ട് ഇതെന്താ കുട്ടിക്കളിയാണോ? ഡാഡി പ്ലീസ്, അച്ഛനെങ്കിലും ഒന്ന് അമ്മയെ പറഞ്ഞു മനസ്സിലാക്ക്. ദേ നോക്ക്, നിങ്ങൾ ഇപ്പോഴും അവളെ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുകയാണെങ്കിലേ ഞാൻ ചുമ്മാ ഇരിക്കില്ല. നിന്റെ അമ്മ ഇപ്പോ പറയുന്നത് സങ്കടമാണെങ്കിലും അവള് പറയുന്നതിലും കാര്യമില്ലേ? ഡാഡിയും കൂടി തുടങ്ങാണോ? നോക്ക്, ഞാനല്ല, എന്റെ സ്ഥാനത്ത് നീ ആയിരുന്നാലും ഇങ്ങനെ തന്നെയാ ചിന്തിക്കൂ. നീ വരുണ്ണ ഇഷ്ടപ്പെട്ടു, നീ യുഎസിൽ പോകുന്ന അവനും ഇഷ്ടമല്ല. ഈ ജോലി അല്ലെങ്കിൽ വേറൊരു ജോലി. അയ്യോ, അതിന് പ്രോബ്ലം ജോബ് അല്ലേ ഡാഡി? ശരിയാടി, പ്രോബ്ലം ജോലിയല്ല, നീയാ പ്രോബ്ലം. അല്ല, പ്രോബ്ലം വരുണ. ഹീസ് ടു പോസസീവ് ഡാഡ്. ഞാൻ അവനെ ലവ്. അവൻ പ്രോബ്ലം സോൾവ് ചെയ്യുന്നവനാ, ക്രിയേറ്റ് ചെയ്യാൻ അവൻ അറിയില്ല. നിങ്ങളാരാ? സോറി, നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ അകത്ത് വന്നതിന് സോറി. എന്റെ പേര് രമേശ്, പ്രീതിയുടെ ഫാദർ. പ്രീതി ആരാ? വരുണിന്റെ എക്സ് ലവർ.
ഇപ്പൊ ഇരിക്കുന്ന വരുണിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുള്ളൂ. ഒരു കാലത്ത് എങ്ങനെയിരുന്നു എന്ന് നിങ്ങൾക്കാർക്കും അറിയില്ല. ഞാനും ഒരുപാട് അവനെ വെറുത്തതാ. അതിനുശേഷം അവനെ ഇഷ്ടപ്പെട്ടു. നീ ആദ്യം അവനെ ലവ് ചെയ്തു, അതിനുശേഷം നീ വെറുത്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവൻ ആരെ പ്രേമിച്ചാലും ഒരിക്കലും വെറുക്കില്ല. എന്താണെന്ന് വെച്ചാൽ അവന് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. ഹായ് ഹായ് വാടി. നീങ്ങിരിക്കൂ. നീയല്ലേ എപ്പോഴും നടക്കിരിക്കുന്നേ? ഞാൻ ഇന്ന് മുതലേ ഇവിടെ ഇരിക്കാൻ തീരുമാനിച്ചു. നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പു ചേട്ടാ, വണ്ടി എടുത്തോ. ശരി മോളെ. ഇതാടി അന്ന് ഞാൻ ഇട്ടിരുന്ന കമ്മല് നല്ല രസമുണ്ടെന്ന് പറഞ്ഞില്ലേ? ഡൽഹിയിലുള്ള എന്റെ കസൻ നിനക്ക് വേണ്ടി ഇത് തന്നയച്ചതാ. ആണോ? ഞാൻ അന്ന് പറഞ്ഞത് നിനക്ക് ഇന്ന് ഓർമ്മയുണ്ടായിരുന്നല്ലേ? ഇറ്റ്സ് ഓക്കെ. അപ്പു ചേട്ടാ, ഓട്ടോ നിർത്ത്. എന്തു പറ്റിയടി? ഞാൻ നടക്കിരുന്നോളാം. നീ ഇവിടേക്ക് മാറിയിരിക്കാമോ? സാരമില്ലടി, അവിടെ ഇരുന്നോ. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? നീ അടി വാങ്ങിക്കും. മറ. ആരെങ്കിലും നീയെ ഗ്രേറ്റ്, നീയെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ഉടനെ അവർക്ക് വേണ്ടി ഡിസിഷൻ മാറ്റുമല്ലേ? അതെ. അപ്പു ചേട്ടാ, അപ്പൊ പോവല്ലേ? ആ ശരി മോളെ. ഏയ്, എവിടെയാടാ നിങ്ങളുടെ ഹീറോ? ബെറ്റ് എത്രയാ? 200, 250, 300, 350, മച്ചാ, നമ്മുടെ അടുത്ത് 350 രൂപയുടെ ഉള്ളു. 400, 500, 600, 700. ഓക്കെ ഡൺ. മതി. ക്യാഷ്. എന്റെ അടുത്ത് 350 ഉള്ളു. ബാക്കിക്ക് എന്ത് ചെയ്യണം? അത് ഗോൾഡ് ഡ്രിങ്കാടാ. നീ ടെൻഷൻ അടിക്കണ്ട. കളിയിൽ നമ്മളല്ലേ ജയിക്കാൻ പോകുന്നത്. അവര് തോക്കാൻ പോവല്ലേ. കാശ് കിട്ടാൻ പോകുന്നത് നമുക്കാടാ. തരാൻ പോകുന്നത് ഇവരും. എടാ വിജയ്, നീ ഇറങ്ങടാ. ഇനി ഒറ്റ ഒരു ഇതിന് പോവാതിരിക്കാൻ നല്ല. എന്നാ നീ പോടാ. ഭരുണ ഇവിടെ പോയടാ. ഹേയ്, നിന്റെ ആള് വന്നടി. അതിന് അവൻ വന്നത് നിനക്ക് വേണ്ടിയല്ലടി. എന്ന് ഞാൻ വന്നത് അവന് വേണ്ടിയല്ല. ആദ്യമായി എടുക്കേ. ഹായ്. നിന്നോടടി ഹായ് പറയുന്നേ? നിങ്ങള് വേസ്റ്റ് ഫെല്ലോ എന്നാ പറയുന്നേ. എന്റെ അടുത്ത് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് പറയാൻ പറ പ്ലീസ്. അപ്പൊ അവനോട് കരയാൻ പറയും. അതെ, നിങ്ങളോട് കരയാനാ പറയുന്നേ. 2 വർഷമായിട്ട് കരഞ്ഞോണ്ടാ ഇരിക്കുന്നത്. ഇനി എത്ര വർഷമാ കരഞ്ഞോണ്ടിരിക്കണ്ടേ? അപ്പൊ 20 വർഷം പുറകോട്ട് പോകാൻ പറ. 20 വർഷം പുറകോട്ട് പോണെന്നാ പറയുന്നേ. എന്നാ 20 വർഷോ? അങ്ങനെ ചെയ്താൽ തന്റെ അച്ഛൻ സമ്മതിക്കോ? എന്തിനാ ചിരിക്കുന്നേ? നിർത്ത്. എന്താടാ? തോക്കാൻ പോടാ. മാച്ചും പോയി, എന്റെ കയ്യിലുള്ള റിങ്ങും പോയി. ഇനി എത്ര റണ്ണാ വേണ്ടത്? 4 റണ്ണ്. 6 അടിച്ചാ നിനക്കെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ?
ഞാൻ 6 അടിക്കാൻ തീരുമാനിച്ചു. 1 ball പ്ലീസ്. അവൻ ഫിക്സ് ചെയ്തെന്ന്. പോയി ടാർഗറ്റ് ഫിക്സ് ചെയ്. അവൻ പൊക്കോളും. എന്തിനാണ് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങള്? പേടിച്ചൂറി പോടാ വിടറാ. എന്റെ റിങ് കിട്ടി. സോറി അളിയ, ഇപ്പൊ കളിയുടെ തീരുമാനമായില്ലേ? ഓടിക്കളഞ്ഞിട്ട് ഇപ്പൊ കളി കഴിഞ്ഞെന്നാ പറയുന്നത്. പിടിക്കണോനെ. ഹായ് മമ്മി. പോടാ, എന്നെ ഇങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ഹായ് അമ്മേ. ഇപ്പൊ ഓക്കെ അല്ലേ? ശരി. അല്ല, അയാള് പോയോ? ഞാൻ നിന്നെ പൊള്ളിക്കും. അച്ഛൻ ഇറങ്ങിയോ? ഇവിടെ ഉണ്ട്. അത് ശരി, ഞാൻ പോയിട്ട് പിന്നെ. ദോശ കഴിച്ചിട്ട് പോടാ. നീ ഇവിടെ ഇരുന്ന് കഴിക്കേ. ഇതാ കഴിക്കേ. അവനെന്തേ? ഉണ്ട്, ടിഫിൻ കഴിച്ചോണ്ടിരിക്ക. എപ്പ വരുന്നോ എപ്പ പോകുന്നോ എന്നറിയില്ല. ഇങ്ങനെ എത്ര നാളാ തുടങ്ങി? ഈ കാലത്ത് പിള്ളേര് എത്രയോ പ്ലാനിങ് ഉള്ളവരാ. സ്കൂളിൽ പഠിക്കുമ്പോഴേ ഏത് കോളേജിൽ ചേരണം, ഏത് ജോലി ചെയ്യണമെന്ന് തീരുമാനം എടുക്കും. ആർക്കാ എയിംസ് ഇല്ലാത്തത്? എനിക്കുണ്ട് എയിംസ്. എയിംസ് വേറെ, ഡ്രീംസ് വേറെ. എന്തെങ്കിലും വേണമെന്ന് ആഗ്രഹിക്കുന്ന ഡ്രീം, അത് സാധിക്കുന്നതാണ് എയിം. എന്ത് വേണമെങ്കിലേ അതിനൊരു പർപ്പസ് ഉണ്ടാവണം. പർപ്പസ് ഇല്ലെങ്കിലേ എയിം ഒന്നും ഉണ്ടാവില്ല. വിശക്കുമ്പോഴേ നമുക്ക് ഭക്ഷണം കഴിക്കണം തോന്നില്ലേ? വിശപ്പാണ് പർപ്പസ്, ഭക്ഷണം കഴിക്കുന്നത് എയിം. വായ മൂടിട്ട് ദോശ കഴിക്കണം. എനിക്കൊന്നും വേണ്ട. ദേഷ്യത്തിനൊന്നും ഒരു കുറവുമില്ല. എന്താ നിങ്ങൾ ഇങ്ങനെ? എന്റെ ജീവിതം മുഴുവൻ ആ കടയിൽ തന്നെ തീരും. എന്താ നേടിയത്? ഈ ബിസിനസ് കൊണ്ട് ജീവിക്കാൻ പറ്റുന്നല്ലാതെ സമ്പാദിക്കാൻ പറ്റുന്നില്ല. വലിയ വലിയ ഷോപ്പിംഗ് മാൾ വന്നതുകൊണ്ട് ചെറിയ ചെറിയ കടകളിലൊന്നും കച്ചവടം ഇല്ലാതായി. ഇവനും കൂടെ എന്നെ പോലെ ഷോപ്പും തുറന്നു വെച്ചാ ആര് വരുമെന്ന് കണ്ടറിയാം. സമാധാനമായി AC റൂമിലിരുന്ന് സന്തോഷമായി ജീവിക്കണം. ഇവനിതെല്ലാം എപ്പോ മനസ്സിലാവാനാ? അവൻ അതൊക്കെ പെട്ടെന്ന് മനസ്സിലായിക്കോളും. ചെറിയ പയ്യനല്ലേ അവൻ. അതിനൊക്കെ ഒരു ടൈം വരും. ടൈം വരില്ല ലത, അത് കഴിഞ്ഞു പോകും. ഏതവനാ ഇത്? പറയടാ. എന്താ പരിപാടി? ആരുടെ മുഖത്ത്? എന്റെ മുഖത്ത് ഞാൻ തന്നെ ഓരോന്നായിട്ട്. ഡാടാ, ഞാൻ പിന്നീട് വിളിക്കടാ പ്ലീസ്. ബൈ ബൈ. ശരി, വരട്ടെ. ശരി ഏട്ടാ. ബൈ ബൈ. അടിപൊളി.
ആരെങ്കിലും ആരും കണ്ടില്ല, ആരും കണ്ടില്ല എന്ന് പറഞ്ഞില്ലേ? അയ്യോ ദൈവമേ, നീ എന്തൊക്കെയാ ചെയ്യുന്നേ? പിന്നെ കണ്ടാലേ ഡാ, നിന്റെ ഫോൺ പോക്കറ്റിൽ ഇരുന്ന് അടിക്കുന്നു. അത് നിനക്ക് ഇതുവരെ കല്യാണമൊന്നും ആയിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ എന്റെ കഥകളി തട്ടുന്നേ? ആന്റി, നിങ്ങൾക്കിപ്പൊ കല്യാണായി. അവര് ജോലിക്ക് പോയ പിന്നെ നിങ്ങൾ ഒറ്റയ്ക്കല്ലേ? ശിവ, പിന്നെ നിന്റെ ഫോൺ കിടന്ന് അടിക്കുന്നുണ്ടടാ. അതൊന്നുമില്ല, അത് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ തന്നെയാ. അതാണ് മാറ്റർ അല്ലേ? വേണ്ട ശിവ, നിന്റെ ഫോൺ പിന്നെ കിടന്ന് അടിക്കുന്നുണ്ട്, നോക്ക്. ഇവനെ കൊണ്ട് എന്താടാ വേണ്ടേ? നിന്റെ ബൈക്കൊന്നും വേണമല്ലോ. ഇപ്പൊ സെറ്റ് ആവില്ല. അതൊക്കെ സെറ്റ് ആയാലേ പറ്റൂ. സെറ്റ് ആവില്ലടാ മച്ചാ. അങ്ങനെയാണെങ്കിൽ അങ്കിള് വീട്ടിലേക്ക് തിരിച്ചു വരും കേട്ടോ. അങ്കിളോ? ഏതങ്കിള്? നീ ഇപ്പൊ ഒരു ചേച്ചിയുടെ കൂടെ അല്ലേ? ആ ചേച്ചിയുടെ ഹസ്ബൻഡ് തിരിച്ചു വരും. ശരിടാ, വരാം, ഇപ്പൊ തന്നെ വരാം. ഏയ് ഏയ്, എന്നെ തിരിഞ്ഞു നോക്കിയല്ലേ മല്ലിക? നിന്റെ ഫ്രണ്ട് എന്നെ തിരിഞ്ഞു നോക്കി. അങ്ങനെയാണോ? ഇല്ല, നോക്കിയില്ലെന്നാ പറയുന്നേ. ഞാൻ കണ്ടെന്നേ, എന്നെ തിരിഞ്ഞു നോക്കി. ഞാൻ അവനെ നോക്കിയില്ല. നിന്നെ നോക്കിയില്ലെന്ന്. പിന്നെ ആരെയാ നോക്കിയത്? വേറെ ആരെയാ? ഇയാളെയാണോ? എത്ര പ്രാവശ്യം പറയണം എന്നെ ഫോളോ ചെയ്ത് വരരുതെന്ന്? ഈവനിങ് വരും, പോയിക്കോ. ഒരു സോഡ തന്നേ. ഇതൊക്കെ ശരിയാന്ന് തോന്നുന്നുണ്ടോ? ആ, തന്റെ പ്രായം എന്താ? താൻ ചെയ്യുന്ന പരിപാടി എന്താ? എന്ത്? എന്തടി നീ കാണിക്കുന്നേ? ആ ചെറിയ പയ്യൻ വരുണിനെ വിട്ടിട്ട് ആ വയസ്സായ കിളവനെയാണോ നോക്കുന്നേ? തന്റെ പ്രായത്തിന് താനിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലേ ഞാനൊക്കെ എന്തുമാത്രം ചെയ്യണം? അദ്ദേഹം എന്റെ അച്ഛനാ. അച്ഛനാ? എന്തേ ആയിക്കൂടെ? അയ്യോ, അതിനിപ്പോ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അത് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, ചെറിയൊരു കൺഫ്യൂഷൻ. ഇത് ഞങ്ങൾക്ക് എപ്പോഴും ഉള്ളതാ. രാവിലെ ഒരു ചെറിയ വഴക്ക്, അതുകൊണ്ട് ഞാൻ കഴിക്കാതെയാ വന്നേ. സമാധാനിപ്പിക്കാൻ വേണ്ടി വന്നതാ. എനിക്ക് എന്ത് വേണേലും ചെയ്തു തരും. എന്റെ മോളാണ് എനിക്ക് ജീവൻ. അമ്മ പോയതിനു ശേഷം അച്ഛനാ എനിക്കെല്ലാം. ഹീസ് എവരിതിങ് ടു മീ. ശരി, അതിരിക്കട്ടെ. നിനക്കെന്താ ഇതിൽ ഇത്ര ഇൻട്രസ്റ്റ്? അങ്ങനെ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ ഫോളോയിങ്? ചേച്ചേ, അങ്ങനൊന്നും ഇല്ലെങ്കിൽ. ഇല്ലെങ്കിലും ഓക്കെ. ഇനി എങ്ങനെ വന്നു കഴിഞ്ഞാ അടിയോ അടിയോ. അയ്യോ എന്റെ അമ്മേ, ഇനിയും ഉണ്ടാവില്ലെങ്കിൽ. ഏയ്, ഓർമ്മയില്ലേ? ഫോളോ ചെയ്താ വെട്ടൂന്നല്ലേ? അടിയോടെ. ചിരിക്കടാ, ചിരിക്ക്, നന്നായിട്ട് ചിരിക്ക്. നീ 2 വർഷമായിട്ട് പ്രീതിയുടെ പിന്നാലെ നടക്കുന്നു. ഇഷ്ടമല്ലാത്ത പെണ്ണിന്റെ പിന്നാലെ എന്തിനാടാ വെറുതെ നടക്കുന്നത്? പെണ്ണുങ്ങൾക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ ഇഷ്ടമുണ്ടെന്നാണ് അർത്ഥം. ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലെന്നും. അങ്ങനെയാണോ? അപ്പോ ആന്റിക്ക് എന്നോട് വലിയ ഇഷ്ടമാണെന്നാ പറയുന്നത്. അപ്പൊ ഇഷ്ടമല്ലേ? ഞാൻ പറഞ്ഞതേ പെണ്ണുങ്ങളെ പറ്റിയാടാ, ആന്റിമാരെ പറ്റിയല്ല. ഓ, എന്തോ ആവട്ടെ. എടാ, പെൺകുട്ടികളെ പ്രേമിച്ചിട്ടാണ് കല്യാണം കഴിക്കുന്നത്. എന്നാ ആന്റിമാരാണെങ്കിലോ കല്യാണം കഴിഞ്ഞിട്ടല്ലേ പ്രേമിക്കുന്നത്. അത് ശരി. അതാരെങ്കിലും കല്യാണം കഴിച്ചാൽ നമുക്കെന്താ? അവരെന്നെ മാത്രം നന്നായിട്ട് ലവ് ചെയ്താൽ മതി മച്ചാ. ഏയ്, നീ എന്നെ നോക്കിയില്ലേ? മോളെ പ്രീതി, ആരാ വന്നിരിക്കുന്നത് നോക്കിയേ. ചേച്ചി സുഖായിരിക്കുന്നോ? ഹായ് കുട്ടി. വാവ എവിടെ വന്നിരിക്കുന്നെ? ആരാ വാവനെ എടുത്തിരിക്കുന്നെ? ചേച്ചി, ഞാനൊരു സത്യം പറയട്ടെ. ഈ നാട്ടിൽ ഞാൻ കഴിഞ്ഞ ഏറ്റവും സുന്ദരി ഇവളാ. ചേച്ചി ഇവിടെ ഉള്ളപ്പോ എനിക്ക് ചേച്ചിയോട് എല്ലാം തുറന്നു പറയണം. ഇവിടെ ഞാൻ മാത്രമുള്ള സമയത്ത് അച്ഛൻ ഡെയിലി കുടിക്കും. അമ്മ മരിച്ചു പോയതിനു ശേഷമല്ലേ അച്ഛൻ കുടിക്കാൻ തുടങ്ങി? കുടിച്ച് പോയി അമ്മ തിരിച്ചു വരൂ. ചേച്ചി കല്യാണം കഴിഞ്ഞപ്പോ ഒരുപാട് മാറിപ്പോയി. ചേച്ചി ഇതിനു മുമ്പ് എത്ര സ്ട്രേറ്റ് ഫോർവേഡും ആക്റ്റീവ് ആയിരുന്നു. കല്യാണത്തിന് മുമ്പ് ഒരു പെണ്ണെങ്ങനെയാണോ ഇരിക്കുന്നത്,
കല്യാണത്തിന് ശേഷം അവൾ അങ്ങനെ തന്നെ ഇരിക്കുവാണെങ്കിൽ ആ പെണ്ണ് സന്തോഷമായിട്ടിരിക്കുവാണെന്ന് അർത്ഥം. അപ്പൊ ചേച്ചിക്ക് സന്തോഷമില്ലെന്നാണോ? കഷ്ടപ്പെടാതെ ഇരിക്കുന്ന സന്തോഷാണെങ്കിൽ ഞാൻ സന്തോഷമായിട്ട് തന്നെ ഇരിക്കുന്നത്. ചേട്ടൻ ചേച്ചി നന്നായിട്ട് നോക്കുന്നില്ലേ? നമ്മുടെ ലൈഫിലെ റിയാലിറ്റി കൂടാതെ 10% ഫാന്റസി കൂടെ ഉണ്ടാവും. പാഷൻ, എക്സൈറ്റ്മെന്റും കൂടെ ഉണ്ടാവും. നമ്മുടെ ലൈഫിൽ നമ്മൾ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ ആ സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്ന അത്രയും തന്നെ ഉണ്ടായിരിക്കണം. നമ്മുടെ കഷ്ടപ്പാട് മാത്രമല്ല, അവരുടെ കഷ്ടപ്പാട് സന്തോഷങ്ങളും ഒക്കെ ഷെയർ ചെയ്യുന്നവർ കൂടിയായിരിക്കണം. നമ്മൾ ദുഃഖിച്ചിരിക്കുമ്പോ അവരുടെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോ നമുക്ക് സന്തോഷം കിട്ടണം. അതുപോലെ അവര് ബുദ്ധിമുട്ടിലുള്ളപ്പോ നമ്മുടെ മടിയിൽ അവർ തലവെച്ച് കിടക്കുമ്പോ അവർക്കും സന്തോഷം കിട്ടണം. നമ്മളോട് ഒരുപാട് സ്നേഹമുള്ളവരായിരിക്കണം. നമുക്കൊരു പനി വരുമ്പോ നമ്പർ 1 ഡോക്ടറിന്റെ അടുത്ത് പോയൊരു സന്തോഷം കിട്ടണം. പക്ഷേ അവര് നമ്മുടെ അടുത്തിരുന്ന് ടാബ്ലറ്റ് തരുവാണെങ്കിൽ അതിലും സന്തോഷമായിരിക്കില്ലേ? ഫിസിക്കലും സൈക്കോളജിക്കലും ആയിട്ട് നമ്മുടെ കൂടെ തന്നെ അവരെപ്പോഴും ഉണ്ടായിരിക്കണം. 4 പേരുടെ മുമ്പിൽ തല ഉയർത്തി തന്നെ നടക്കണം. അന്തസ്സോടെ നടക്കുന്നത് നമ്മൾ കാണണം. വരുന്നുണ്ടടി. പാവം വട്ടുപിടിച്ചവൻ പിന്നെയും ഡ്യൂട്ടിക്ക് വേണ്ടി വന്നിരിക്കുക. പാവാടി. ഇവിടെ എന്തോ നടക്കുന്നുണ്ടല്ലോ. ഇന്ന് രാത്രി ന്യൂ ഇയർ സെലിബ്രേഷന് ഞാനും ഉണ്ടാവും. നീയും വാ, എന്നോടൊന്ന് സംസാരിക്കണം. നില്ലടി നില്ലടി പെണ്ണെ, എന്നെ നെഞ്ചിലുള്ളിലെ കണ്ണെ, തേടിപ്പോയി പെണ്ണെ നിന്നെ മാത്രമാണോ? കണ്ണിൽ നോക്കാതെ പെണ്ണെ, നീ കാന്തമാണോ പെണ്ണെ? മനസ്സ് കൊണ്ട് നിന്നെ ഞാൻ ദത്തെടുത്തല്ലോ. വന്നാട്ടെ വന്നാട്ടെ കാഞ്ചനമാല ആകെ നീയല്ലോ വന്നിപ്പോ നെഞ്ചിലേറ്റുവാൻ. വന്നാട്ടെ വന്നാട്ടെ കാഞ്ചനമാല ആകെ നീയല്ലോ വന്നിപ്പോ നെഞ്ചിലേറ്റുവാൻ. ഇത് ഞാനോ അഴകിൻ രാജാ, എന്റെ മനസ്സിൽ നീ വന്നല്ലോ കൂട്ടുകൂടും പെണ്ണല്ല. രാജ 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 ഞാനാണേ. നില്ലടി നില്ലടി പെണ്ണെ, എന്റെ നെഞ്ചിലുള്ളിലെ കണ്ണെ, തേടിപ്പോയി പെണ്ണെ നിന്നെ മാത്രമാണോ? കണ്ണിൽ നോക്കാതെ പെണ്ണെ, നീ കാന്തമാണോ പെണ്ണെ? മനസ്സ് കൊണ്ട് നിന്നെ ഞാൻ ദത്തെടുത്തല്ലോ. നിന്നെ കാണാൻ ചേലുണ്ടടി പെണ്ണെ, നീ എൻ ജീവനല്ലേ? എൻ കൂടെ പോരുന്നോടി നീ, ഈ ലോകമെന്നും സാക്ഷിയാടി. വരൂ നീ 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 എന്റെ കൂടെ, വരൂ നീ 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 കൂട്ടുകൂടാ. ഇനിയെന്നും എന്റെ കൂടെ ജീവൻ പങ്കുചേർക്കാം. നീ ഉണ്ടേൽ സ്വർഗമാണടി. നില്ലടി നില്ലടി പെണ്ണെ, എന്നെ നെഞ്ചിനുള്ളിലെ കണ്ണെ, തേടിപ്പോയി പെണ്ണെ നിന്നെ മാത്രമാണോ? സത്യം ചെയ്യ, നീ എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടാവോ? എത്ര നാള് വരെ? ഒരാഴ്ചയോ, ഒരു മാസോ, ഒരു വർഷോ? ജീവനുള്ളവരെ. ഐ ലവ് യു. മനസാകെ നിൻ പുഞ്ചിരി, തേനൂറും ചിരി മഴക്കല്ലേ നീ.
എന്റെ മനസ്സിൽ നീ വന്നല്ലോ കൂട്ടുകൂടും പെണ്ണല്ല രാജ 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 ഞാനാണേ നില്ലടി നില്ലടി പെണ്ണെ എന്നെ നെഞ്ചിനുള്ളിലെ കണ്ണെ തേടി പോയി പെണ്ണെ നിന്നെ മാത്രമാണോ കണ്ണിൽ നോക്കാതെ പെണ്ണെ നീ കാന്തമാണോ പെണ്ണെ മനസ്സ് കൊണ്ട് നിന്നെ കണ്ടെടുത്തല്ലോ ലതാ, ആ ഞാൻ കടയിൽ പോയിട്ട് വരാം. ശരി. ഹേ! വരുൺ! വരുൺ! അയ്യോ എന്തു പറ്റി നിങ്ങൾക്ക്? അച്ഛാ വരുൺ! ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. വേസ്റ്റ് ഫെല്ലോ. നത്തിങ് ടു വറി. ചെറിയൊരു സ്ട്രോക്ക് ആയിരുന്നു. പരിഭ്രമിക്കാനായിട്ടൊന്നുമില്ല. ദൈവമേ. പ്രധാനമായിട്ടും അങ്ങേര് ടെൻഷൻ അടിക്കാതെ നോക്കണം. വീണ്ടും സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ഡേഞ്ചറാണ് കേട്ടോ. താങ്ക്സ് ഡോക്ടർ. അമ്മ ടെൻഷൻ അടിക്കില്ലേ, ഒന്നും ആവില്ല. ലോസ് ഓഫ് ഡിമിനിഷൻ, മാർജിനൽ യൂട്ടിലിറ്റി. ഇത് എക്കണോമിക്സിൽ വലിയ പ്രധാനപ്പെട്ട പാഠം. ഒരു എക്സാമ്പിൾ, ഒരു സ്പൂൺ ഷുഗർ കഴിച്ച മധുരായിട്ട് വളരെ നന്നായിരിക്കും. അതിനുശേഷം 2 സ്പൂൺ കഴിച്ച ഇരട്ടി മധുരാവും. പിന്നെയും പിന്നെയും ഒരുപാട് കഴിച്ചാൽ അത് പിന്നെ നമുക്ക് ഇഷ്ടപ്പെടില്ല. പ്രീതി, എന്താ ചെയ്യുന്നത്? ക്ലാസ് റൂമിൽ എന്തിനാ മൊബൈൽ? നിനക്ക് താല്പര്യമില്ലെങ്കിൽ പുറത്തു പോ. നിങ്ങളുടെ ഫ്രണ്ടിന് എന്ത് പറ്റി? ഫോൺ വിളിച്ചാൽ എടുക്കുന്നില്ല, മെസ്സേജിന് റിപ്ലൈ ഇല്ല. അത് വരുണിന്റെ അച്ഛനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. അയ്യോ എന്ത് പറ്റി? ഹാർട്ട് അറ്റാക്കാ, ചെറുതാ, പക്ഷെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അത് എന്നോട് അവന് പറഞ്ഞാൽ എന്താ? അവ അങ്ങനെയാ, ആരടുത്തും ഒന്നും പറയില്ല. എന്നോട് പറയാലോ. ഞങ്ങളൊക്കെ ക്ലോസ് ഫ്രണ്ട്സാ. ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ കാര്യം വളരെ കൂളായിട്ട് അവൻ പറഞ്ഞു. അവനൊരു വിഷമവുമില്ല, അങ്ങനെ ഒരു പ്രശ്നവുമില്ല. നീ ഒന്ന് ചുമ്മാ ഇരുന്നേ. പ്രീതി, നീ വീട്ടിലോട്ട് പോയിക്കോ. വന്നോട്ടെ, ഞാൻ വിളിക്കാൻ പറയാം. എന്തിനാടാ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഇടയ്ക്ക് ഓടിപ്പോവാൻ നിനക്ക് ഇത്രയ്ക്ക് ബിൽഡപ്പിന്റെ ആവശ്യമുണ്ടോ? കൂടുതൽ ഡയലോഗ് വേണ്ട. ഉടുതുണിയില്ലാതെ ഈ റോട്ടിൽ കൂടി ഓടി നടക്കുന്ന നിന്റെ അഹങ്കാര സംസാരത്തിൽ കാണിക്കല്ലേ, കളിയിൽ കാണിക്കടാ. ഞാൻ സിൻസിയറായിട്ട് കളിച്ചാലേ നിനക്ക് പേടിയല്ല. നീയൊക്കെ എന്റെ മുമ്പിൽ പോലും വരാൻ ഭയം. നമുക്ക് നോക്കടാ, ആരെ വേണ്ടെന്ന് പറഞ്ഞേ. പക്ഷെ ഇപ്പൊ ബെറ്റ് 700 പറ്റില്ല, 7000 വേണം. നീ വലിയ കാര്യത്തിൽ ഡയലോഗ് അടിച്ചതല്ലേ, നീ ആണാണെങ്കിൽ ബെറ്റ് വെക്കടാ. 7000. വെറും 7000? ഇന്നാ പിടിച്ചോ റിങ്. 17000. ഞങ്ങള് ജയിച്ചാ 7000, നിങ്ങൾ ജയിക്കുവാണെങ്കിൽ 17000. വരുൺ, നിനക്ക് ഫോൺ അർജന്റാ. ആരടാ? പ്രീതി. ആ പറയ്. എനിക്ക് നല്ല പനി വന്നു. അയ്യോ എന്തോ ചെയ്? എനിക്ക് നിന്നെ കാണണം. മാച്ചിനിടയിലാണല്ലോ. എനിക്ക് കാണണം. ഞാൻ മാച്ചിനിടയിലാന്ന് പറഞ്ഞില്ലേ? എനിക്ക് നിന്നെ കാണണം. പ്രീതി, വാശി പിടിക്കില്ലേ? നീ ഒരു ടാബ്ലറ്റ് കഴിക്കും, ഞാൻ വൈകുന്നേരം വന്ന് കാണാം. നീ വന്നാലേ ടാബ്ലറ്റ്. പറഞ്ഞാ മനസ്സിലാവില്ല നിനക്ക്. ഞാൻ പാർക്കിൽ വെയിറ്റ് ചെയ്യും, പിന്നെയൊക്കെ നിന്റെ ഇഷ്ടം. ഹലോ ഹലോ പ്രീതി. ഹായ്. ഓക്കെ അല്ലേ? എന്നോട് നിനക്ക് റൊമാൻസ് വരുന്നില്ലേ? എന്താ? ആ എനിക്ക് പനി വന്നില്ലേ? റൊമാൻസ് ചെയ്താ പനി മാറിപ്പോവില്ലേ? മോൾക്ക് വയ്യാതായോ? പനി വന്നോടാ?
എന്തിനാ വന്നത്? അറിയില്ല. പനിയൊക്കെ ഇപ്പൊ മാറും കേട്ടോ. ഞാൻ ഒരു ഉമ്മ തരാലോ. ഇപ്പൊ ഹാപ്പി ആയില്ലേ? ഒരുപാട്. നീ ഹാപ്പി ആയി, സോ ഞാനും ഹാപ്പി. അവിടെ ഫ്രണ്ട്സ് ഇപ്പൊ മാച്ച് തോറ്റിട്ടുണ്ടാവും. സാരമില്ല, ഫ്രണ്ട്സ് അല്ലേ, മാനേജ് ചെയ്തോളൂ. നിനക്ക് പനി വന്നിട്ടല്ലേ? ഞാൻ വന്നാലേ ടാബ്ലറ്റ് കഴിക്കുമെന്ന് പറഞ്ഞിട്ടല്ലേ? ഞാൻ വന്നല്ലോ. നീ ഹാപ്പി, സോ ഞാനും ഹാപ്പി. അവിടെ ഫ്രണ്ട്സ് ആണെങ്കിൽ എന്നെ വിശ്വസിച്ച ബെറ്റ് കിട്ടിയത്. തോറ്റിട്ടുണ്ടാവും, പക്ഷെ കുഴപ്പമില്ല, ഫ്രണ്ട്സ് അല്ലേ, മാനേജ് ചെയ്തോളൂ. പിന്നെ എന്തിനാ വന്നേ? നീയല്ലേ പറഞ്ഞത്? സ്നേഹമില്ല, നിനക്ക് എന്നോട് ഒരു സ്നേഹമില്ല. ഞാനാ ശരിക്കും മണ്ടി നിന്റെ മടിയിൽ തല വെച്ച് കിടക്കാൻ ആഗ്രഹിച്ചു. ശരി, അതൊക്കെ പോട്ടെ. ഒന്നിന്റെ ആവശ്യമില്ല. നീ ഇല്ലെങ്കിൽ മാച്ച് ജയിക്കില്ല അല്ലേ? ചെല്ലേ, നിന്റെ മാച്ച് പോയി നോക്ക്. ആ മാച്ച് ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ടാവൂടി. വെറുതെ അവളെ ഹേർട്ട് ചെയ്തല്ലോ ഞാൻ. നാളെ ബർത്ത്ഡേ അല്ലേ, എന്തായാലും ഇത് ക്ലിയർ ചെയ്യണം. ഹാപ്പി ബർത്ത്ഡേ പ്രീതി. ആരാടാ നീ? ഇവിടെ എന്താടാ ചെയ്യുന്നേ? ചോദിക്കാൻ നീ ആരാടാ? എന്താണേലും നിനക്കെന്താ? പോലീസിന്റെ അടുത്ത് വെറുതെ കളിക്കല്ലേ? അതിന് ഞാനും ചെയ്തില്ലല്ലോ, വെറുതെ സംസാരിച്ചിരിക്കായിരുന്നില്ല. അത്രയ്ക്ക് രഹസ്യം പറയാൻ എന്താടാ ഉള്ളത്? ഏയ്, മര്യാദയ്ക്ക് സംസാരിക്കും. എന്താടാ നിനക്കെന്താടാ ഇത്ര വലിയ മര്യാദ? പോലീസ് തൊഴിലില് പുതിയതാണ്. വീട് എവിടാ നിന്റെ? റേറ്റ് എത്രയാടി നിന്റെ? പോലീസാന്നുള്ളതാ വെറുതെ വിടുന്നു. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യടാ? ഫ്രണ്ട്സാ? എന്ത് ഫ്രണ്ട്സ്? ഇവനെ പറ്റി അറിയില്ലേ മോളെ നിനക്കൊന്നും? എവിടെ കൈവച്ചിരുന്നെന്ന്? നിന്റെ അച്ഛന്റെ പേരെന്താ? അങ്ങേർക്ക് ഇതിനെ കുറിച്ച് വല്ലതും അറിയോ? അല്ലാതെ അങ്ങേര് തന്നെ നീ ഇങ്ങോട്ട് അയച്ചതാണോ? പ്രശ്നം നീ വഷളാക്കണ്ട സർ. വിട്ടേക്ക് സർ, ഞങ്ങൾ പോയിക്കോളാം പ്ലീസ്. നീ വാടാ, നീ വാ. നീ ആണാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി നിനക്ക് 3 മിനിറ്റ് മതി. പക്ഷെ ഞാൻ വിചാരിച്ചിട്ടുണ്ടല്ലോ, നീ 3 വർഷം അകത്ത് കിടക്കും. 3 നിമിഷം തന്നെ ധാരാളമാടാ. നിന്നെ പോലെ ഒരു ഊളക്കെ ഞാൻ കാണിച്ചു തരാം ആരാണെന്ന്. സാർ പ്ലീസ് സാർ, വേണ്ട സാർ. എടാ കൂട്ടിക്കൊണ്ട് പോടാ. നീ പോടാ, നീ പ്രീതിയെ കൊണ്ടുപോ. വേം പോ പ്ലീസ്, പോടാ. വണ്ടിയില്ലേ? അങ്കിൾ
ഓ, ഇതുപോലുള്ള പരിപാടികളൊക്കെ ഇന്നത്തോടെ നിർത്തിക്കൊള്ളാം. എന്റെ മോളാണെന്ന് ഞാൻ നോക്കില്ല. ആ ചേച്ചി, നിങ്ങളുടെ അടുത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അർജന്റായിട്ട് ആ പയ്യനെയും കൂട്ടിയിട്ട് വാ. ഹലോ പ്രീതി, ഐ ഓക്കെ? No, I'm not okay. എന്റെ മാമന്റെ കൂടെ നിശ്ചയം ഫിക്സ് ചെയ്യോ. കല്യാണം പെട്ടെന്ന് തന്നെ ഉണ്ടാവും. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. എന്തെങ്കിലും ചെയ്യാന്നേ. എനിക്ക് ഒരുപാട് സമയമൊന്നുമില്ല. എന്റെ അച്ഛനെ നിനക്ക് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിപ്പോ എന്താ ചെയ്യാ? നമുക്ക് എങ്ങോട്ടെങ്കിലും ഓടിപ്പോവാം. പ്രീതി, നിനക്ക് തല്ല് കിട്ടാതിരിക്കാൻ വേണ്ടി പറയോ? നീ വന്ന നമ്മുടെ കല്യാണം, ഇല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല. എന്താ മോനെ, എന്തു പറ്റി? ഒന്നുമില്ലമ്മേ. ആ പ്രീതി, ബസ് നമ്പർ എന്റെ മോൾക്ക് എന്തെങ്കിലും പറ്റിയാ നിന്നെ കൊന്നു കുഴിച്ചു മുടാം. വീണ്ടും പറയാ, തന്റെ മകൾക്ക് എന്തെങ്കിലും പറ്റിയ താൻ എന്നെ കൊല്ലുന്നതിന് മുമ്പ് തന്നെ ഞാൻ കൊന്നുകളയും. ആ നിമിഷം അവന്റെ കണ്ണില് എന്റെ മോളോടുള്ള സ്നേഹം എനിക്ക് മനസ്സിലായി. അവന്റെ വിഷമം കൊണ്ട് എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന പേടി വന്നു. ഞാനിനി അവനെ തെറ്റിദ്ധരിച്ചാണോ എന്നറിയാൻ എൻക്വയറി നടത്തി. എടാ, എണീറ്റ് പോടാ. പ്രീതി എവിടെ? അമ്മേ, പ്രീതിക്ക് എന്താ പറ്റി? നടന്നത് നടന്നു മോനെ, നമുക്ക് വീട്ടിലേക്ക് പോവാം. പ്രീതിക്ക് എന്താ പറ്റിയെന്ന്? നിന്നോട് കൈ എടുത്ത് കൂപ്പോ, ആ വീട്ടിലേക്ക് പോവാം. പ്രീതി എവിടെയാ? അവക്ക് എന്താ സംഭവിച്ചെന്ന് പറ. ഓ സുധാകർ, നിങ്ങളുടെ മോനെ വിളിച്ചു കൊണ്ടുപോകും. പ്രീതി എവിടെയെന്ന് എനിക്കറിയാം. ഇതൊക്കെ തന്റെ ഡ്രാമയാന്ന്. എന്താ ചെയ്തേ? പ്രീതി എന്താ ചെയ്തെന്ന്? പ്രീതിക്ക് എന്താ സംഭവിച്ചെന്ന്? ഓടിപ്പോയടാ. നിന്നെ എന്നെയും പറ്റിച്ച് വേറൊരുത്തന്റെ കൂടെ, നിന്റെ ഫ്രണ്ടിന്റെ കൂടെയാണ് ഒളിച്ചോടി പോയത്. 18 വർഷമായി നോക്കി വളർത്തിയ എന്നെയും 18 മാസം പ്രേമിച്ച് നടന്ന നിന്നെയും കുപ്പയിലെ വേസ്റ്റ് കളയുന്ന പോലെ എറിഞ്ഞിട്ട് പോയടാ. നിനക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല അല്ലേ? എനിക്കും വിശ്വസിക്കാൻ പറ്റിയില്ല. ഒരു പയ്യൻ അവന്റെ പ്രേമത്തെ എന്തോ ഒരു ആത്മാർത്ഥത കാണിച്ചോ, അതുപോലെ ഒരു മോളോട് അത്രയും ആത്മാർത്ഥത കാണിക്കും. അവസാനം എന്തായി? ഓടിപ്പോയി. ഫസ്റ്റ് ടൈമിലെ എന്റെ ജീവിതത്തിലെ വിശ്വാസം മുഴുവൻ പോയടാ. പറഞ്ഞു കൊടുക്കടാ അവനെ. അതേടാ, അവൻ നമ്മളെ ചതിച്ചിട്ട് പോയടാ.
നല്ല പ്ലാൻ ചെയ്തിട്ട് തന്നെയാടാ അവൻ ചെയ്തത്. അവൻ അതിനെപ്പറ്റി ഒരു വിഷമമില്ല, അതൊരു പ്രശ്നമല്ല. ഞങ്ങൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ഷെയർ ചെയ്തില്ലെങ്കിൽ റിലേഷൻഷിപ്പ് നിൽക്കില്ലെന്ന്. ചെറിയ പ്രശ്നങ്ങളെല്ലാം ഊതി വലിയ പ്രശ്നമാക്കിയടാ. ക്രിക്കറ്റ് മാച്ച് നിന്നെക്കാളും വലുതാണോ? എന്താ നിനക്ക് ഇത്ര വില അവൻ കൽപ്പിക്കുന്നല്ലോ? നിന്നെ പോലുള്ള ഗേൾ ഫ്രണ്ട് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ മാച്ചല്ല എക്സാം ഹാളിൽ നിന്ന് വരെ ഞാൻ ഇറങ്ങി വന്നേനെ. പ്രോബ്ലം അവൻ തന്നെ ക്രിയേറ്റ് ചെയ്ത് സൊല്യൂഷൻ അവൻ തന്നെ പറഞ്ഞു. എങ്ങനെയുണ്ടടാ മോനെ? നീ പറഞ്ഞ പോലെ തന്നെ ചെയ്തു. ഹലോ അങ്കിൾ, 10 മിനിറ്റിൽ മെയിൻ റോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രീതിയെ അവന്റെ ലവറിന്റെ കൂടെ കാണാം. വീട്ടില് കല്യാണം ആലോചിച്ചപ്പോ അവൾ ആലോചിക്കാനുള്ള സമയം പോലും കൊടുത്തില്ല. എന്റെ മാമന്റെ കൂടെ എന്റെ കല്യാണം ഫിക്സ് ചെയ്തു. ആ വരുണ് പോലീസിന്റെ അടുത്ത് തട്ടിക്കയറുന്ന കണ്ടില്ലേ? ലൈഫ് ലോങ് അവനോട് എങ്ങനെ ജീവിക്കുന്നത്? സീനു, യു ആർ മൈ ലവ്ലി ഫ്രണ്ട്. നീ എന്നെ ലവ് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ മാത്രമല്ല, ആദ്യം തൊട്ട് ഇഷ്ടമായിരുന്നു. ഞാൻ പ്രതീക്ഷിക്കുന്നെല്ലാം വരുണിന്റെ കയ്യിൽ നിന്ന് ഒരിക്കലും കിട്ടില്ലെന്ന് മനസ്സിലായി. നീ എന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ നിന്നെ സ്നേഹിക്കുക മാത്രമല്ല, നിനക്കൊരു പ്രശ്നമില്ലാതെ ഞാൻ നോക്കിക്കോളാം. അങ്ങനെയാണെങ്കിൽ നീ എന്നെ കൂട്ടിക്കൊണ്ടു പോ. ഞാൻ പറയുന്നത് പോലെ ചെയ്യ്. എന്താ ചെയ്യണ്ടേ? വരുണിന് ഫോൺ ചെയ്യും. അവനെ ഒന്നും വെറുതെ വിട്ടാ ശരിയാവില്ലടാ. അവൻ എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിച്ചിട്ട് കഷ്ണമായിട്ട് വെട്ടി മുറിക്കണോടാ. അപ്പോഴേ എന്റെ മനസ്സ് ശാന്താവൂടാ. അവളെ എന്നെ പറ്റിച്ചതിനേക്കാളും ഇനി ഞാൻ എന്നെ പറ്റിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോ ജീവൻ പോകുന്ന പോലെ ഉണ്ടതാ. അവളെ അത്രയ്ക്ക് സ്നേഹിച്ചു പോയടാ ഞാൻ. അവളെ ചതിക്കുന്ന കാര്യം ആലോചിക്കുമ്പോ മരിച്ചു പോകുന്ന പോലെ തോന്നണം. ഏതോ ഏതോ കനവേ കണ്ണാലേ ഞാനോ നിന്റെ പ്രിയനല്ലേ. എൻ പ്രണയം നീ കേഴുന്നു പെണ്ണേ, എൻ പ്രണയത്തിൽ മായുന്നു സഖിയേ. നദിയേ നീ പോരൂ, കടലേ തിരയുണ്ടോ അരികിൽ ഞാൻ തേടും പ്രണയം. ഏതോ ഏതോ കനവേ കണ്ണാലേ ഞാനോ നിന്റെ പ്രിയനല്ലേ. അവളെ ഞാൻ ഒരുപാട് സ്നേഹിച്ചൊരുവല്ലോ. ഇപ്പോ സഹിക്കാൻ പറ്റുന്നില്ല അമ്മേ. നീ കനവിൽ വന്നു തേടും പെണ്ണേ, പെയ്തു മഴയായി അലിയും ഞാൻ നീയായി. നിൻ മനമെന്നും വിഷമായി നിലപൊന്നായി തേരൊഴുകി നീ വന്നു എന്നെ
വരുൺ വരുണേ വരുൺ വരുൺ എണീക്കടാ. വരുൺ വരുൺ എന്താടാ പറ്റിയേ? എണീക്ക് വരുൺ 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 എണീക്കടാ. ഡാ. നിന്റെ അച്ഛന് തീരെ സൂലടാ. എനിക്ക് ഇവിടെ അനങ്ങാൻ പറ്റാത്ത അവസ്ഥയാളിയാ. ഡാ അച്ഛന് നിന്നെ കാണണമെന്നാടാ പറയുന്നേ. എനിക്ക് അവളെ കാണുന്നുണ്ടോ? ഡാ അച്ഛന് നീ ഇപ്പൊ കണ്ടില്ലേ പിന്നെ ഒരിക്കലും കാണാൻ പറ്റില്ല. ഡാ എടാ എനിക്ക് അവളെ ഇനി കാണാൻ പറ്റില്ലല്ലോ. ഡാ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഡാ എഴുന്നേൽക്ക്. എണീക്ക്. എഴുന്നേൽക്കടാ. വാ, എഴുന്നേൽക്ക് വാ. ഞാൻ നിന്നോട് പറഞ്ഞു കുറേ നാളായിട്ട് ഞാനിപ്പം നിന്നോടൊന്നും പറഞ്ഞില്ലെന്ന് വെച്ചാ പിന്നീട് അങ്ങോട്ട് പറയാൻ പറ്റില്ല എന്ന് മനസ്സിലൊരു തോന്നല്. എനിക്ക് നിന്നോട് ദേഷ്യമുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ ഒന്നും വിചാരിക്കണ്ട. നിന്നോട് ദേഷ്യമൊന്നും ഇല്ല, ഭയം. എന്റെ മോൻ വലിയ ആളാവണമെന്ന് ആശിച്ചതല്ലാതെ അതിനു വേണ്ടി ഞാൻ നിർബന്ധം പിടിച്ചില്ല. ആഗ്രഹം മാത്രമല്ലടാ, അതെന്റെ കടമയാ. എന്നാലൊന്ന് മനുഷ്യന് രണ്ട് കാര്യം മാത്രമേ നടക്കൂ. ഒന്ന് തോറ്റുകൊടുക്കാൻ, ജയിച്ചവർക്ക് ഓട്ടത്തിന്റെ വേഗമറിയാം. തോറ്റുപോകുന്നവർ ജയിക്കണമെന്ന ലക്ഷ്യത്തോട് ഓടണം. ഓട്ടത്തിന് ശേഷം ജയിക്കണം, 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 ജയിക്കണം.
അമ്മേ, കടയിൽ പോയിട്ട് വരാം. എൻ്റെ അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു, എല്ലാവർക്കും ഒരു എയിം ഉണ്ടാവണമെന്ന്. ഇപ്പം ഞാനും അത് തന്നെയാടാ പറയുന്നത്. ഓരോ എയിമിനും ഓരോ പർപ്പസ് ഉണ്ടാവണം. അച്ഛൻ മരിച്ചതിന് ശേഷം എൻ്റെ ലൈഫിൻ്റെ എയിം, ആ എയിമിൻ്റെ പേർപ്പസ് മനസ്സിലാവുന്നില്ലടാ. വരുൺ, ആ സീനുവിനെ കിട്ടിയടാ. എന്തിനാണ് അങ്ങനെ ചെയ്തത്? എന്തിനാണ് ചെയ്തത്? പ്രീതിക്ക് വേണ്ടിയാണ് ചെയ്തേ. പ്രീതിക്ക് വേണ്ടി. പ്രീതിയെ നീയും സ്നേഹിച്ചു, ഞാനും സ്നേഹിച്ചു. നിനക്ക് ധൈര്യമുള്ളതുകൊണ്ട് നീ അത് എക്സ്പ്രസ് ചെയ്തു. എനിക്ക് ധൈര്യമില്ലടാ, അതുകൊണ്ട് പറഞ്ഞില്ല. പക്ഷെ നിന്നെ ഇഷ്ടമല്ല എന്ന് പറയുമ്പോ എനിക്ക് നല്ല സന്തോഷമായിരുന്നടാ. എന്താന്ന് വെച്ചാ എന്റെ ഇഷ്ടം എങ്ങനെയെങ്കിലും അവളോട് പറയാന്ന് കരുതി. പക്ഷെ അവള് ഓട്ടോയിൽ നിന്ന് നിനക്ക് ആ ലെറ്റർ തന്ന ദിവസമല്ലേ, അന്ന് എനിക്കെന്റെ ജീവൻ പോകുന്ന പോലെ ഉണ്ടായിരുന്നടാ. നിന്നോട് അവള് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോ അന്ന് ആ ദിവസം തൊട്ട് എനിക്ക് ഭ്രാന്തായടാ. ലവിന് വേണ്ടി ത്യാഗം ചെയ്യുന്നതിനേക്കാളും തെറ്റ് ചെയ്യുന്നടാ ശരി. ലവില് ജയിക്കണമെന്ന് വിചാരിക്കുന്നവനാടാ ശരിക്കും സ്നേഹമുള്ളവൻ. അപ്പൊ മുതല് നിങ്ങൾ രണ്ടുപേരുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ, ഞാൻ പ്ലാൻ ചെയ്ത് പിരിച്ചു വിട്ടടാ. ഈ പ്ലാനില് പ്രീതിക്ക് നിന്നേക്കാളും എന്നെയാണ് ഇഷ്ടം. അതിനു വേണ്ടിയാടാ ഞാൻ ഇങ്ങനെ ചെയ്തേ. പ്രീതിക്ക് വേണ്ടിയാടാ. നീ എന്താടാ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ഓർക്കാഞ്ഞ്? ഒന്നും ഓർത്തിടാ, ഞാനൊന്നും ഓർത്തിടാ. എന്റെ പ്രീതി, എന്റെ ലവ്. ഇവന്റെ സംസാരം കേൾക്കുമ്പോ എനിക്ക് അങ്ങോട്ട് ചൊറിഞ്ഞു വരികടാ. സംസാരിച്ച് കണ്ട അവനെ തീർക്കണം. അവനെ കൊല്ലും മുൻപ് ആദ്യം എന്നെ കൊല്ലണം. യെസ്,
ഞങ്ങൾ ചെയ്ത തെറ്റിന് കാരണം ഞാൻ മാത്രമാണ്. എന്നുവെച്ചാ നീ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ലെന്നാണ്? അങ്ങനെ എപ്പോഴും വിചാരിക്കില്ല. നീ എന്താ ഇങ്ങനെയൊക്കെ മാറിപ്പോയത് പ്രീതി? ഞാൻ എന്താ ചെയ്തിട്ടാ? അറിയില്ലേ, ഞാൻ നിന്നോട് ഐ ലവ് യു പറയും മുൻപ് നീ എന്നെ ലൈഫ് ലോങ് സ്നേഹിക്കുന്നു ചോദിച്ചില്ലേ? ചോദിച്ചോ ഇല്ലയോ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്ന് നിനക്ക് അറിയില്ലേ പ്രീതി? അങ്ങനെയാന്ന് നീ പറഞ്ഞുകൊണ്ടിരിക്കുക. ആദ്യം നിന്റെ ലൈഫിൽ ഞാൻ ആയിരിക്കണം ഉണ്ടാവേണ്ടത്. എനിക്ക് വേണ്ടി നീ എന്തും ചെയ്യണം, എന്ത് കളഞ്ഞിട്ടാണെങ്കിലും. പക്ഷെ എന്റെ സ്നേഹം നിനക്ക് എളുപ്പത്തിൽ കിട്ടിയതുകൊണ്ട് നിനക്ക് ഒരു വിലയില്ല. നിന്റെ അച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്നപ്പോ നീ എന്നോട് ഷെയർ ചെയ്തില്ല. എനിക്ക് പനി വന്നപ്പോ നിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ തോന്നി, പക്ഷെ നീ തമാശയായിട്ട് എടുത്തു. പോലീസിന്റെ അടുത്ത് നീ നിന്റെ ശൗര്യം കാണിച്ചപ്പോ ഞാനൊരു പെണ്ണാണെന്നുള്ള കാര്യം നീ മറന്നു. പക്ഷെ സീനു അങ്ങനെയല്ല. എനിക്ക് ഷെയറിംഗ്, കെയറിംഗ്, സെക്യൂരിറ്റി എല്ലാം തരുന്നുണ്ട്. എപ്പോഴും തന്നുകൊണ്ടിരിക്കുമെന്നും എനിക്ക് ഉറപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ ആണോ? ഒരു സെക്കൻഡ്. നിനക്ക് കോൾഡ് ആണോ? ഇന്ന് ഇത് കഴിക്കേ. അവൻ ഫ്രണ്ട്ഷിപ്പിനെ തന്നെ ചതിച്ചവനാ. അവൻ നിന്നെയും ചതിക്കില്ലേ? ചതിക്കില്ല. ഞാൻ എന്തിനൊക്കെ പറയുന്നെന്ന് വെച്ചാ എനിക്ക് വേണ്ടി അവൻ സൗഹൃദം വിട്ടു. ഞങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി അവൻ ചതിച്ചേ. കണ്ടോടോ എങ്ങനെയാ സംസാരിക്കുന്നതെന്ന്. ഇവളെയാടാ ആദ്യം കൊല്ലേണ്ടത്. സത്യാ പറഞ്ഞത്. എന്താ പറഞ്ഞേ? ഞാൻ മാറിപ്പോയെന്നല്ലേ? യെസ്, യു ആർ റൈറ്റ്. പക്ഷെ ഒരു ചെറിയ കറക്ഷൻ. ഞാൻ മാറിയിട്ടില്ല, മറന്നതാണ്. 2 വർഷം നിന്റെ പിന്നാലെ ഞാൻ അലഞ്ഞതല്ലേടി. നിന്നെ ഭ്രാന്തനായിട്ടല്ല ഞാൻ സ്നേഹിച്ചത്. മെന്റാലിറ്റി ഞാൻ മറന്നുപോയി. ആരെങ്കിലും വന്നിട്ട് നീയാണ് ഇമ്പോർട്ടന്റ്, നീയാണ് ഗ്രേറ്റ് എന്നൊക്കെ പറഞ്ഞ അവർക്ക് വേണ്ടി നീ നിന്റെ ഡിസിഷൻ അല്ലേ മാറ്റിക്കളയുന്നത്? ആ ചെറിയ കാര്യം നീ മറന്നുപോയി. എന്നെക്കാളും നല്ലൊരാളെ കിട്ടിയെന്ന് വെക്ക്. കുറെ ഗുണങ്ങളുള്ള ഒരാള്, അയാളാണ് നിനക്ക് പ്രധാനപ്പെട്ടതെങ്കിൽ എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. തെറ്റെന്റെ. മച്ചാനെ നീ എന്താടാ ഈ പറയുന്നത്? കറക്റ്റ് അല്ലടാ പറഞ്ഞത്. സീ, ഷീസ് ഹാപ്പി. പക്ഷേ ഒരല്പം പോലും കുറ്റബോധമില്ലല്ലോടാ. വിട്ടുകളയടാ. ഇവൻ എന്താ ചെയ്യണ്ടേ? ഇവൻ ജീവനോടുണ്ടെങ്കിലേ പ്രീതി സന്തോഷമായിട്ടിരിക്കുള്ളൂ. പ്രീതി സന്തോഷമായിട്ടിരിക്കണമെങ്കിൽ ഇവൻ ജീവനോടുണ്ടാവണം. ഇവൻ ഫ്രണ്ട്ഷിപ്പിൽ കാണിച്ച ചതി നമുക്ക് മറന്നു കളയടാ. ചെന്ന് ജീവിക്കടാ. എന്തിനാണ് അവനെ വെറുതെ വിട്ടത്? ഞാനാണെങ്കിൽ അവനെ വെട്ടി അരിഞ്ഞിട്ടുണ്ടോ? എടാ അളിയ, ഫ്രണ്ട്ഷിപ്പിൽ ചതി കാണിച്ചതിന് എല്ലാരും വെട്ടാൻ നിന്നാലേ 6 മാസത്തിനുള്ളിൽ ഇതൊരു നോർമൽ പരിപാടിയായി മാറില്ലടാ. നാട്ടിൽ ഒരുപാട് സ്ഥലത്തൊക്കെ നടക്കുന്നുണ്ടാ. നമ്മൾ സ്നേഹിക്കുന്ന പെണ്ണ് നമ്മളിലൂടെ അല്ലെങ്കിൽ ഹാപ്പി ആയിരുന്നാ മതിടാ. അങ്ങനെ ചിന്തിച്ച് ഒരു പ്രത്യേക ഫീൽഡിൽ ജീവിക്കുന്ന ആമ്പിള്ളേരുണ്ടല്ലോടാ, അവരൊക്കെയാടാ ശരിക്കും ഗ്രേറ്റ്. വാളിയ. ഒരുത്തിനൊരു പെണ്ണ് ജനിച്ചാ അവൾ എന്ത് ചെയ്യുമെന്നുള്ള പേടിയായിരിക്കും. എന്നാൽ ഇപ്പോ അവൻ എന്ത് ചെയ്യുമെന്നുള്ള പേടിയാ എനിക്ക്. ഹൈസ്കൂളിലെ ആരംഭിച്ച ലവാ ഇതൊക്കെ. സ്കൂളിൽ പോയി പഠിക്കാൻ പോയ പെൺകുട്ടികൾക്ക് അവൻ എപ്പോ ആ കുടുംബത്തെ നശിപ്പിക്കാൻ പോകുന്നു നോക്കിയിരിക്കുന്ന അച്ഛന്മാരുണ്ടോ? ഫ്രണ്ടായി കാണുന്ന അനിയത്തിമാരെ എപ്പോ ഏത് ബോയ് ഫ്രണ്ടിന്റെ കൂടെ ഒളിച്ചോടി പോകുമെന്ന് വിചാരിക്കുന്ന ആങ്ങളമാരുണ്ടോ? പിന്നെ തന്റെ തോളിന് മേലെ കൈവച്ചിരിക്കുന്ന തന്റെ ഗേൾ ഫ്രണ്ട് താൻ അറിയാതെ സീക്രട്ടായി മറ്റൊരുത്തന് മെസ്സേജ് അയച്ചാലും അപ്പോഴും വിശ്വസിക്കുന്ന ബോയ് ഫ്രണ്ട്സ് എത്ര പേരുണ്ട്? എപ്പോ എന്ത് ചെയ്യുന്നത് പോലും അറിയുന്നില്ല. ഒരു പെൺകുട്ടിയുടെ അച്ഛനായ ഞാൻ ഇങ്ങനെ പറയാൻ പാടില്ല, സോറി. എന്നാൽ അതിൽ തെറ്റില്ല. എല്ലാ പെണ്ണുങ്ങളും എങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ എന്റെ മോളെപ്പോലെ ഇങ്ങനെ എത്ര പേരുണ്ടെന്ന് ആലോചിക്കുമ്പോഴാ എനിക്ക് വിഷമം. എന്റെ മോളെ കൊന്നുകളയാമെന്നോ ഞാൻ വിചാരിച്ചേ? ചത്തുപോയെന്ന് വിചാരിച്ചോളാം. എന്നാൽ അവൻ നല്ലവൻ. പ്രീതി പറഞ്ഞ കാര്യങ്ങൾക്ക് ഞാൻ കൺവിൻസ് ആയിട്ടില്ല ഇതുവരെ. എന്നാൽ പ്രീതി പറഞ്ഞ കാര്യങ്ങൾക്ക് അവൻ കൺവിൻസ് ആയി. എന്റെ മോൾ എത്ര നല്ലവളാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അവനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ 100 വർഷം സുഖമായി ജീവിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്.
നിനക്ക് 100% ഷെയറിംഗ്, കെയറിംഗ്, സെക്യൂരിറ്റി എല്ലാം അവൻ തരും. അത് നിനക്ക് വിശ്വാസമില്ലെങ്കിലും എനിക്കതിൽ വിശ്വാസമുണ്ട്. ഡിസിഷൻ ഈസ് യുഎസ്. ലൈഫിൽ ചില കാര്യങ്ങൾ മറക്കാൻ പാടില്ല, ചില കാര്യങ്ങൾ ഓർമ്മിക്കാനും പാടില്ല. പ്രീതിയെ മറന്നു കളഞ്ഞേക്ക, എന്നെ മാത്രം ഓർത്താ മതി. അമേരിക്ക ക്യാൻസൽ, ജോബും ക്യാൻസൽ ചെയ്തു. നീ, ഞാന്, നിന്റെ അമ്മ, ഷോപ്പ, അത്രയും മതി. എനിക്കത് മാത്രം മതി. നീ അമേരിക്കയ്ക്ക് പോയിക്കോ. ഞാൻ പോകില്ല. ഞാനല്ലേ പറയുന്നത്, പോയിക്കോ. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ പോകില്ലെന്ന്. നീ കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ കൺവിൻസ് ആയി. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ നോക്ക്, ഒറ്റ അടി വെച്ച നാളുണ്ടല്ലോ. ഇത്രയും നാളത്തെ ആവശ്യമുള്ളൂ. എനിക്ക് 1% ഡൗട്ട് പോലും ഇല്ല. 100% ക്ലാരിറ്റിയിൽ പറയാ, ഐ ലവ് യു. ചൊന്നതെല്ലാം കളിവാക്കുകൾ, നീ കേട്ടതെല്ലാം മറുവാക്കുകൾ, നീ തന്നതെല്ലാം ഉയർനാഥമായി, ഞാൻ ചെന്നതെല്ലാം നിൻ പേരുകൾ. ദൂരെ ദൂരെ വരുമോ സഖിയെ, നേരമോ പുലരുമോ സഖിയെ, മാനമോ തെളിയുമേ വിധിയെ, എന്നോടൊപ്പം നീയെന്നും കാണും നേരത്താണോ നീയാരോ എന്നിരാ പ്രപഞ്ചമേ, നീ വരൂ, പോരാമോ നീ വരൂ, എൻ ജീവൻ തരും നീ നിലാ, നിൻ മൗനം എന്നും സുഖകരം, നീയേ പ്രിയം, എൻ ത്യാഗം നീയോ പ്രിയതമേ, നീയേ വരും. നീയാരോ എന്നിലാ പ്രപഞ്ചമേ, നീ വരൂ, പോരാ